ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ? ഓർഗാനിക് കെമിസ്ട്രിയില നോമൻക്ലേച്ചർ അല്ലെ, 10th ബേസ് ഉള്ള പേരുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. എത്ര വരെ എടുത്തിട്ടുണ്ടായി നമ്പർ? 10 ആണോ 12 ആണോ? 10 അല്ലെ. ഓക്കെ, 10 വരെ എടുത്ത സമയത്ത് ലാസ്റ്റ് എഴുതിയത് ഏതായിരുന്നു? എസ്റ്റർ അല്ലെ. ഓക്കെ, എസ്റ്റർ. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമുക്കൊരു കുറച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ് കൂടി 11th ആവശ്യമുള്ളത് എഴുതാം. ദെൻ പ്രാക്ടീസ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു 2 ക്ലാസ് പ്രാക്ടീസ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇക്വിലിബ്രിയം എഴുതിയോ? കണ്ടോ, അവരൊക്കെ ഫോട്ടോ കോപ്പി ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ആ കൊച്ചു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം നോട്ട് എഴുതണം, അല്ലെങ്കിൽ അതുപോലത്തെ പ്രിന്റ് നോട്ട് എടുത്ത് വെക്കാം. ഇക്വിലിബ്രിയത്തിന്റെ കേട്ടോ, കൈ എഴുതിയേക്കുന്ന നോട്ടോ, അല്ലാതെ ഇവിടെ നിന്ന് തന്നെ അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എടുക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് അമീൻ. ഒന്ന് എഴുതി വെച്ച്, അമീൻ, AMINE, അമീൻ, AMINE, അമീൻ 11th കേട്ടോ. ഓക്കെ, അമീൻ. ജനറൽ ഫോർമുല RNH2, RNH2, അമീൻ, RNH2. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. CH3NH2. ഇതിന്റെ പേര് 1 കാർബൺ വന്ന എന്തായിരിക്കും? മെത്ത അല്ലെ. അപ്പൊ മെത്തനമീൻ, ഇതിന്റെ പേരാണ് മെത്തനമീൻ, മെത്തനമീൻ. CH3CH2NH2. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? എത്തനമീൻ, എത്തനമീൻ. ദെൻ അടുത്ത എന്തായിരിക്കും? അപ്പൊ CH3CH2CH2NH2 എന്തായിരിക്കും? പ്രൊപ്പനമീൻ കേട്ടോ. ഓക്കെ, പ്രൊപ്പനമീൻ. ഇനി ഇതിൽ തന്നെ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറിക്കൊക്കെ വ്യത്യാസമുള്ള പേരുകളാണ്. NN ഡൈമീഥൈൽ എത്തനമീൻ അങ്ങനെയൊക്കെ ഉണ്ട്. അത് അടുത്ത വർഷം മതി കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ ഒരു ഹെഡിങ് ആയിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അതിൽ മതി. ഇത് ഏകദേശം അമീൻ NH2 കണ്ട ഐഡന്റിഫൈ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അതാണ് ഫംഗ്ഷൻ. വേഗം എഴുതി കേട്ടോ. മെത്തനമീൻ, എത്തനമീൻ, പ്രൊപ്പനമീൻ, പിന്നെ അങ്ങനെ പോകും ബ്യൂട്ടനമീൻ അല്ലെ, പെന്റനമീൻ, അങ്ങനെ കയറി പോകും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് അമൈഡ്. അമൈഡ് 12th, അമൈഡ്, അമൈഡ് 12th ആണ് അമൈഡ്. അമൈഡിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് RCONH2. അമൈഡ് എന്ന് പറയുമ്പോൾ RCONH2, അമൈഡ്, RCONH2. RCONH2, അമൈഡ്. അമൈഡിനെയും ഇതുപോലെ തന്നെയാണ് പറയുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. CH3CO കേട്ടോ, ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഈ CONH2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 കാർബൺ, ഇത് 2. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? എത്തനമൈഡ്. അപ്പോ ഫസ്റ്റ് അമൈഡ് ഇവിടെ വരുന്ന എത്തനമൈഡ് ആണ്, DE ആണ് കേട്ടോ. എത്തനമൈഡ്, എത്തനമൈഡ്. ഇത് അമീൻ, ഇത് അമൈഡ്, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. എത്തനമൈഡ്, AMIN ഇല്ല, അമൈഡ്, അമൈഡ്, എത്തനമൈഡ്. അടുത്തെന്തായിരിക്കും? CH3CH2CONH2. 1 2 3 വന്ന എന്തായിരിക്കും? പ്രൊപ്പ അല്ലേ. ഓക്കെ, പ്രൊപ്പനമൈഡ്, AMIDE, പ്രൊപ്പനമൈഡ്, പ്രൊപ്പനമൈഡ്. ഇങ്ങനെ പോകും. ബ്യൂട്ടനമൈഡ്, പെന്റനമൈഡ്, ഹെക്സനമൈഡ്, അങ്ങനെ പോകുന്ന രീതിയിൽ അമൈഡ്. അമീൻ, അമൈഡ്. നെക്സ്റ്റ് അടുത്ത് വരുന്നത് 13 നൈട്രൈൽ.
നൈട്രൈൽസ് എന്നാണ് ഇതിന്റെ IUPAC നെയിം. ഇത് നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ ഇരിക്കും. CO കണ്ട ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ CO എന്ന് എവിടെ എഴുതി കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ ഓർത്ത് വെച്ചാൽ കേട്ടോ സ്ട്രക്ചർ. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. C ഡബിൾ ബോണ്ടോ NH2 കേട്ടോ. അതുകൊണ്ടാണ് വാലൻസി കറക്റ്റ് ആയിട്ട് തന്നെ അല്ലേ. C ഡബിൾ ബോണ്ടോ NH2 കേട്ടോ. സ്ട്രക്ചർ അങ്ങനെയാണ് കേട്ടോ. ആണ് നൈട്രൈൽ. നൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നെയിം സയനൈഡ് ആണ്. സയനൈഡ് നിങ്ങൾക്ക് കേട്ടല്ലേ അല്ലേ? പൊട്ടാസ്യം സയനൈഡ്, സോഡിയം സയനൈഡ്. സയനൈഡ് ഒക്കെ എന്താ ഹൈലി പോയിസണസ് ആണ് അല്ലേ? ഓർത്ത് നോക്കുക. ഒരു ഡ്രോപ്പ് ഒക്കെ മതി ഒരാളെയൊക്കെ കൊല്ലാനായിട്ട് അല്ലേ? അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സയനൈഡ് ആണ്. ആ സയനൈഡിന്റെ IUPAC നെയിം വിളിക്കുന്ന പേരാണ് നൈട്രൈൽസ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ ബ്രാക്കറ്റിൽ സയനൈഡ് എന്ന് എഴുതാം കേട്ടോ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് നൈട്രൈൽസ് ആണ് IUPAC നെയിം കേട്ടോ. ബ്രാക്കറ്റിൽ സയനൈഡ് എന്നൊന്നും മെൻഷൻ ചെയ്ത് വെക്കാം. ദെൻ ജനറൽ ഫോർമുല RCN ആണ്. RCN ഇങ്ങനെ എഴുതുള്ളൂ. പക്ഷെ അതിന്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞു വെച്ചോ. RC ട്രിപ്പിൾ ബോണ്ട് N ആണ് കേട്ടോ. ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് കേട്ടോ. CN കേട്ടോ. R എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് അല്ലെ. R കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ CH3 CH2 ചെയിനുകളാണത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ -CN -CO NH2 -NH2 അങ്ങനെ പറയേണ്ടി വരും അല്ലേ. അതിന് പകരം ഒരു R കൊടുക്കുന്നു അത്രേ ഉള്ളൂ. R മീൻസ് ഹൈഡ്രോകാർബൺ ചെയിൻ. ഹൈഡ്രോകാർബൺ ചെയിൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ അല്ലെ. എനിത്തിങ് ഹൈഡ്രോകാർബൺ ചെയിൻ കേട്ടോ. RCN. ഇനി ഇതിന്റെ നോമൻക്ലേച്ചർ നോക്കാം. CH3CN ആണ് ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഓർത്ത് നോക്കുക. ഈ C എന്നാണ് നമ്പർ ചെയ്യുക. 1 2 കേട്ടോ. ഓർത്ത് നോക്കുക. കാർബൺ ചെയിനില് കാർബണിന്റെ നമ്പർ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1 2 2 എന്ന എന്തായിരിക്കും? എത്തൻ അല്ലെ. നൈട്രൈൽ. അപ്പൊ എത്തൻ നൈട്രൈൽ കേട്ടോ. ഓർത്ത് നോക്കാം. എത്തൻ നൈട്രൈൽ. ഇതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പൻ നൈട്രൈൽ കേട്ടോ. ഓർത്ത് നോക്കാം. പ്രൊപ്പൻ നൈട്രൈൽ. പ്രൊപ്പൻ നൈട്രൈൽ. ഞാൻ അടുത്ത ഹെഡിങ് ആണ് അസൈൽ ഹാലൈഡ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് അസൈൽ. ACYL അസൈൽ ഹാലൈഡ്. ACYL അസൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡ്. ACYL അസൈൽ ഹാലൈഡ്. ഇതിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് RCOCl ഓർത്ത് നോക്കാം. അപ്പൊ സ്ട്രക്ചർ ഒന്ന് നോക്കാം. RC ഡബിൾ ബോണ്ടോ Cl കേട്ടോ. Cl പകരം എന്തൊക്കെ വരാം? Br വരാം അല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഇവിടെ കാർബൺ അല്ലേ 1, ഇത് 2. അപ്പൊ 2 വന്ന എത്തൻ, പിന്നെ നൈട്രൈൽ ചേർക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്ത് നോക്കാം. നമ്മൾ OH ആയിരുന്നു വെച്ചാൽ OIന്ന് നമ്പർ ചെയ്യില്ല. കാരണം എന്താ? നമ്മൾ നമ്പർ ഇടുന്നപ്പോഴും കാർബൺ ആയിരിക്കണം. അതാണ് റൂൾ കേട്ടോ. ഹാലജൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ Cl പകരം എന്ത് കൊടുക്കാം? നമുക്ക് Br F കൊടുക്കാം. ഓർത്ത് നോക്കാം. അപ്പൊ RCOCl എന്നാണ് കേട്ടോ. COCl പകരം എന്ത് കൊടുക്കാം? X കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഹാലജൻ ആണ് കേട്ടോ. ഹാലജൻ ഏതൊക്കെ വരാം നിങ്ങൾക്കറിയാലോ. ഹാലജൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ കേട്ടോ. അപ്പൊ ജനറൽ ആയിട്ട് വേണമെങ്കിൽ X എന്ന് എഴുതിക്കോ. ഇനി ഡൗട്ട് വേണ്ട. X എന്തൊക്കെയാണെന്ന് എഴുതാം അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അല്ലെ, അയഡിൻ. കൂടുതൽ ഇവിടെ വരുന്നത് CH3COCl കേട്ടോ. ഓർത്തോ. ഇവിടെ എത്ര കാർബൺ വന്നു? 1 2 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എത്ത അല്ലെ. അപ്പോ എത്തനോയൽ ക്ലോറൈഡ് എന്നാ വിളിക്കാം. എത്തനോയൽ
OYL കേട്ടോ, ഓർത്ത് നോക്കാം. എത്തനോയൽ, എത്തനോയൽ ക്ലോറൈഡ് കേട്ടോ. ഇതിനൊക്കെ നിങ്ങൾക്ക് അല്ലെ, അമൈഡിന് അമൈഡ് തന്നെയായിരുന്നു, അമീൻ അമീൻ തന്നെയായിരുന്നു, നൈട്രൈലിന് നൈട്രൈൽ തന്നെയായിരുന്നു. ഇവിടെ എന്തായിരിക്കും ആ ടേം വരുന്നത്? OYL കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കുക. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് OYL, OL. OYL. Then 15th last കേട്ടോ, ഓർത്ത് നോക്കുക. 14 കഴിഞ്ഞു, 15th നൈട്രോ കോമ്പൗണ്ട്, നൈട്രോ കോമ്പൗണ്ട്, നൈട്രോ കോമ്പൗണ്ട്, നൈട്രോ കോമ്പൗണ്ട്. ഇവരുടെ ഒരു അസറ്റൈൽ അൺഹൈഡ്രേറ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഇപ്പൊ കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ. നൈട്രോ കോമ്പൗണ്ട്, നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? RNO2, NO2 കേട്ടോ. ഓക്കെ, RNO2 നൈട്രോ എന്ന് തന്നെയാണ് പേര് വിളിക്കുക കേട്ടോ. NO2 ആണ്, ക്യാപിറ്റൽ ആണ് NO2. അപ്പോ CH3NO2 എന്തായിരിക്കും അതിന്റെ പേര്? നൈട്രോ മീഥെയ്ൻ, നൈട്രോ കേട്ടോ, നൈട്രോ മീഥെയ്ൻ. CH3, CH2, CH2, NO2 എന്തായിരിക്കും എന്റെ പേര്? നൈട്രോ പ്രൊപ്പെയിൻ കേട്ടോ, നൈട്രോ പ്രൊപ്പെയിൻ എഴുതി. നൈട്രോ പ്രൊപ്പെയിൻ, നൈട്രോ പ്രൊപ്പെയിൻ, നൈട്രോ പ്രൊപ്പെയിൻ, നൈട്രോ പ്രൊപ്പെയിൻ. നൈട്രോ പ്രൊപ്പെയിൻ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചേക്കുന്നത് മെയിൻ ആയിട്ട് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഇനി ഇത് ഉപയോഗിച്ച് നോമൻക്ലേച്ചറിലേക്കാണ് പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓർഡറിൽ കറക്റ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ട് കണ്ടോ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇത് വരും. ഇനിയാണ് നമ്മുടെ റൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യനിൽ നിന്ന് കയറുന്ന രീതിയിൽ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, ചെയ്തോ? എല്ലാവരും ചെയ്തോ? ഓക്കെ, കുറച്ച് സമയം ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെയോടൊപ്പം നമുക്ക് ഇന്ന് കുറേ ചെക്ക് ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം? ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഒരു എയിം കേട്ടോ. ഓർത്ത് വളരെ കുറവാണ് 50. വിഷമാണെന്ന് അറിയാം, എന്നാലും ഹോംവർക്ക് കൂടി തരുന്നത് 50. അപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കേട്ടോ എന്തായാലും ഹോംവർക്ക് ഒരു 50 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് എന്തായാലും തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വെറും 5-0 ഉള്ളൂ കേട്ടോ. ഓക്കെ, സിമ്പിൾ കണ്ടോ, അയാൾക്ക് എന്തൊരു സന്തോഷം നോക്കി. ഓക്കെ, മുഖത്തൊക്കെ അല്ലെ ചിരിക്കുന്നു, ചിരിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? ഓക്കെ, നല്ല കാര്യം കേട്ടോ. അപ്പോൾ നമ്മളൊരു കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് സംബന്ധിച്ച് സിമ്പിൾ ആണ്. അപ്പോ ഫസ്റ്റ് റൂൾ കേട്ടോ, ഓർത്ത് നോക്കാം. ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ, നോമൻക്ലേച്ചർ. ഹെഡിങ് എഴുതി വെച്ചേ, നോമൻക്ലേച്ചർ, നോമൻക്ലേച്ചർ, നോമൻക്ലേച്ചർ. കാരണം ഈ ചാപ്റ്ററിന്റെ മെയിൻ ഗെയിം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ നോമൻക്ലേച്ചർ ആണ്. സ്കൂളിൽ എടുക്കുമ്പോൾ ബാക്കിയൊക്കെ എടുക്കും, ക്ലാസിഫിക്കേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർക്കുക, അത് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഏരിയ ഒരു ഐഡിയ കിട്ടണം എന്നുള്ളൂ. ആലിഫാറ്റിക് എന്തായിരിക്കും? ഓപ്പൺ ചെയിൻ. പിന്നെ എന്തായിരിക്കും? ക്ലോസ് ചെയിൻ. അങ്ങനെയൊക്കെ പറയുന്ന ചെറിയ ക്ലാസിഫിക്കേഷന്റെ ഏരിയാസും ബാക്കി കാര്യങ്ങളാണ്. പക്ഷെ ഇതാണ് മെയിൻ ഏരിയ. അടുത്ത വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ നല്ല മാസ്റ്ററായിട്ട് ക്ലിയർ ചെയ്ത് വരാം. നോമൻക്ലേച്ചറിൽ ഫസ്റ്റ് റൂൾ എഴുതി വെക്കുക, റൂൾ 1. റൂൾ 1, ആ റൂൾ 1 വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കണ്ടപാനം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. റൂൾ 1, ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ലോങ് ചെയിൻ ഏതിന്റെ എടുക്കണ്ടേ? കാർബണിന്റെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ കാർബണിന്റെ ലോങ് ചെയിൻ എടുക്കണം. അതിൽ എന്തായിരിക്കണം? ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇതാണ് റൂൾ 1 ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ആ റൂൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ ആ റൂൾ വെച്ച് എത്ര ക്വസ്റ്റ്യൻ വേണം? 10 കേട്ടോ. ഓക്കെ, അടുത്ത റൂൾ വെച്ച് അല്ലെ 20, അടുത്ത റൂൾ വെച്ച് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ ഇത്രയും വരെ ഫംഗ്ഷൻ ഗ്രൂപ്പ് പഠിച്ചു. ഇനി ഈ റൂൾ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ,
ഗെയിം കളിക്കാറില്ലേ, അതുപോലെ പസിൽസ് ചെയ്യുന്ന പോലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും പസിൽസിലെ റൂള് കൊണ്ടുവരുന്ന പോലെ, ഗെയിം പസിൽസിൽ നമ്മൾ റൂള് കൊണ്ടുവരുന്ന പോലെ ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ലോങ് ചെയിൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കാർബണിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ചെയിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു മാല അങ്ങനെയൊക്കെ അറിയാമല്ലോ. ചെയിൻ എന്ന് പറയുമ്പോൾ മാലയാണ്. ഈ മാല എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ അല്ലെ, ഓർത്ത് നോക്കാം, ഒരു ചെയിനാണ്. അതിന്റെ ലെങ്ത് ഒക്കെ കിട്ടും അല്ലെ. ഓക്കെ, അത് ഞാൻ ചുരുട്ടി കുട്ടി കയ്യിലാക്കി വെച്ചു. അതിന്റെ ലെങ്ത് കുറയോ ഇല്ലയോ? ശരിക്കും കുറയോ? ഇല്ല അല്ലെ. കാണുമ്പോൾ കുറവ് പോലെ തോന്നും, പക്ഷെ എന്താണത് അല്ലെ. ഈ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയാള് ഒരു അല്ലെ ഗോൾഡൻ ചെയിൻ ഇയാളെ എനിക്ക് എടുത്ത് തന്നിട്ട് സാർ അതിന്റെ ലെങ്ത് കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാപ്പിയാണ്, ഞാൻ കട്ട് ചെയ്തെടുത്തു പോകും കേട്ടോ. പുറത്തു പോകാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ലെങ്ത് കുറയും. അപ്പോ കട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ആ കട്ട് ചെയ്തിട്ട് അയാൾ പറയുകയാണ് അതിന്റെ മിഡിൽ എനിക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് ആകും. പുറത്തു നോക്കാം. അപ്പൊ അങ്ങനെ ബ്രാഞ്ച് വന്ന് ചെയിന്റെ ലെങ്ത് കുറയും, അല്ലാതെ ഒന്നും കുറയത്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തരും ഒരു നേരെ എഴുതുന്നതിന് പകരം കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യത്തെ ഈ റൂൾ വെച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് നോക്കേണ്ടത്? ലോങ് ചെയിൻ. അതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള ലോങ് ചെയിൻ ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. ഓർക്കുക, ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള ലോങ് ചെയിൻ ആണ് എടുക്കേണ്ടത്. അങ്ങനെ ആ ലോങ് ചെയിൻ എടുത്തിട്ട് അതിന്റെ ആൻസറിലേക്കാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഓർക്കുക, ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് എടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്, ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ അത് പഠിപ്പിച്ചതാണ്. അത് ചെറിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, വാട്ട് ഇസ് റീസൺ? യെസ് അല്ലെ, ഷോർട്ടസ്റ്റ് നമ്പർ കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് മൈൻഡിൽ കിട്ടണം. ഫംഗ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ഷോർട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ എടുത്തു. ഇനി ഇതിന്റെ പേര് പറ. അപ്പൊ നിങ്ങൾ ഇതുപോലെ മോഡിൽ ചെറിയതായിട്ട് പെൻസിൽ കൊണ്ട് നമ്പർ ഇടുന്നു, എന്നിട്ട് പറഞ്ഞു ശരിയാ. ഈ ബ്രോമിന് വന്നേക്കുന്ന പൊസിഷൻ ഏതാണ്? തേർഡ്. അപ്പൊ എന്ത് പറയും? 3 ബ്രോമോ കേട്ടോ. ഓർക്കുക, 3 ബ്രോമോ. പിന്നെന്തായിരിക്കും എന്റെ പേര്? ഹെപ്റ്റൈൻ കേട്ടോ. ഓർക്കുക, 3 ബ്രോമോ ഹെപ്റ്റൈൻ. 3 ബ്രോമോ ഹെപ്റ്റൈൻ. എന്റെ ഒപ്പം എഴുതി പോണോ കേട്ടോ. 3 ബ്രോമോ ഹെപ്റ്റൈൻ. 3 ബ്രോമോ ഹെപ്റ്റൈൻ. സെക്കൻഡ്, അടുത്ത ആളാണ് പറയുന്നത്. അപ്പോ മനസ്സിൽ വേണം നേരത്തെ പറഞ്ഞ ചെയിന്റെ പരിപാടിയൊക്കെ കേട്ടോ. ഓക്കെ, എവിടെ നിന്ന് നമ്പർ ചെയ്യണം? ഇവിടെ നിന്ന് നമ്പർ ചെയ്യണോ? ഇവിടെ നിന്ന് നമ്പർ ചെയ്യണോ? ഇവിടെ നിന്ന് നമ്പർ ചെയ്യണോ? 3 ഓപ്ഷൻ ഉള്ളൂ അല്ലെ. ഓർത്ത് നോക്കുക, ചെയിൻ എന്ന് പറയുമ്പോൾ അല്ലെ നമുക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഓർത്ത് നോക്കുക, പല പല ബ്രാഞ്ചുള്ള ചെയിൻ വരുമ്പോൾ നിങ്ങൾ ലെങ്ത് നോക്കൂ അല്ലെ. എന്നിട്ട് ഏറ്റവും വലിയ ലെങ്ത് ഉള്ള സൈഡിൽ നിന്നാണ് പറയേണ്ടത്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? കണ്ടോ, ഇവിടെ അല്ലെ. ഇവിടെ നിന്ന് തുടങ്ങും, ഇവിടെ നിന്ന് തുടങ്ങും, ഇവിടെ. വെരി ഗുഡ്. കണ്ടോ? ഓക്കെ, അറിയാം. 1 2 3 4 5 6 ഇതാണ് ലോങ് ചെയിൻ അല്ലേ. ഓക്കെ, ഇനി ഇത് തന്നെ എടുക്കേണ്ടി വരും. കാരണം എന്താ? ലോങ് ചെയിൻ കണ്ടെയ്നിങ് എന്ത് വേണം? ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. അപ്പോ ഇവിടെ ഓർത്ത് വെക്കുക, ഇതാണ് വലിയ ചെയിൻ എങ്കിലും ഇത് എടുക്കേണ്ടി വരും. കാരണം എന്താ? ലോങ് ചെയിനിൽ എന്ത് വേണം? ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, അപ്പോ ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷൻ ഗ്രൂപ്പ് ആയി, ക്ലിയർ ആയി. ഇനി പേര് പറഞ്ഞു. ശരിയാ. സൗണ്ടിന് എന്താ പ്രശ്നം ഉണ്ടാ? 3 ബ്രോമിന് വന്നേക്കുന്നത് 2 അല്ലെ. ഓക്കെ, അയാൾ പറയുന്ന റൈറ്റ് ആണ്. 2 ബ്രോമോ. 2 ബ്രോമോ. എക്സിൻ മാത്രമാണോ? ഫോർത്തിൽ കണ്ടോ, ഇവരെ നോക്കിയില്ലെങ്കിൽ ഇവർക്ക് വിഷമാവൂലേ? ഇതൊരു ഫ്ലാറ്റ് പോലെ ഓർത്ത് നോക്കേ. ഇതിലല്ലേ, ഇതിൽ ഓരോ ഫ്ലോറിലും, സെക്കൻഡ് ഫ്ലോറിൽ ബ്രോമിൻ ഉണ്ട്, 4th ഫ്ലോറിൽ ആരോ വന്നിട്ടുണ്ട്. ആരാണത്? ഇല്ല, അതേ ഇവിടെ നോക്ക്, എത്ര കാർബൺ ഉണ്ട്? 2 വന്നാൽ എന്ത് വിളിക്കാം?
ഈത്തൈൽ. കേട്ടോ, ഓർത്ത് നോക്കാം. ബ്രാഞ്ച് ആയിട്ട് വരുമ്പോ 2 കാർബൺ ഇല്ലേ, 2 കാർബൺ ഇത് കണ്ട്, ഇത് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ടല്ലേ വന്നേക്കുന്നത്. 2 കാർബൺ ബ്രാഞ്ച് ആയിട്ട് വന്ന ഈഥൈൽ. അപ്പൊ 1 കാർബൺ ആണെങ്കിൽ എന്ത് വിളിക്കും? മീത്തൈൽ. 1 കാർബൺ ആണെങ്കിൽ എന്ത് വിളിക്കും? മീത്തൈൽ. കേട്ടോ, ഓക്കെ. മീത്തൈൽ YL ചേർക്കണം. ബ്രാഞ്ച് ആയി എന്താ ചേർക്കണ്ടേ? YL. ബ്രാഞ്ച് വന്ന് എന്താ ചേർക്കണ്ടേ? YL. കേട്ടോ, ഓക്കെ. ഏത് കാർബൺ ചെയിന് ബ്രാഞ്ച് ആയിട്ട് വന്ന YL ചേർക്കണം. അപ്പോ 2-ൽ ആരുണ്ട്? ബ്രോമിൻ ഉണ്ട്. കണ്ടോ, ഓർത്ത് നോക്കുക. 2 ബ്രോമോ. പിന്നെ എന്തായിരുന്നു? 4th ആരുണ്ട്? ഈത്തൈൽ അല്ലെ, ഓർത്ത് നോക്കുക. 4 ഈത്തൈൽ അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കുക. ഒരു ഫ്ലാറ്റ് ആണ് കണ്ടോ. ആ ഫ്ലാറ്റില് 4th നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, ഹരി, കണ്ടോ, 4th അല്ലെ, ഓർത്ത് നോക്കുക. അങ്ങനെ പറയാണ്. 2nd അല്ലെ, ഓർത്ത് നോക്കുക. 2nd ഒരാളുണ്ട് അല്ലെ, വേദ അല്ലെ, ഓർത്ത് നോക്കുക. അങ്ങനെ പറയാണ് ആക്ച്വലി. അപ്പൊ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഓർത്ത് വെച്ച് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഓർത്ത് നോക്കി, ഈ ബ്രാഞ്ച് കണ്ടോ, ഇവരാണ് നമ്മൾ ആദ്യം പറയാം. ഇനി പാരന്റ് ചെയിൻ പറയും. പാരന്റ് ചെയിൻ ഏതാ? അല്ലെ, കഴിഞ്ഞിട്ടില്ല. 2 ബ്രോമോ. ഏതാണ്? 2 ആണോ 4 ആണോ? 4 ഈത്തൈൽ അല്ലെ. 2 ബ്രോമോ 4 ഈത്തൈൽ. 4 ഈത്തൈൽ YL ചേർത്ത് പറയുന്നു കേട്ടോ. 4 ഈത്തൈൽ. പിന്നെ എന്ത് വരും? പാരന്റ് ചെയിൻ നോക്കിയേ. 6 വന്ന എന്താ? ഹെക്സെയിൻ. 6 വന്ന ഹെക്സെയിൻ. കേട്ടോ, ഓക്കെ. ക്ലിയർ അല്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്തത്. അങ്ങനെ നമ്പർ ചെയ്യാനുള്ള റീസൺ എന്താ? ലോങ് ചെയിൻ ആവണം അല്ലെ. ഓക്കെ, ലോങ് ചെയിൻ വരുമ്പോ എങ്ങനെയൊക്കെ നോക്കണം നമ്മള്? 1 2 3 4 5 6 ഉണ്ടോ, കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനെ ചെയിൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ 1 2 3 4 5 6 7 8 അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ എടുക്കാം. 1 2 3 4 5 6 അതെടുത്താലും റൈറ്റ്. അപ്പോഴും ഒരേ പേരായിട്ട്, അപ്പോഴും ഒരേ പേര്. അപ്പൊ പോസിബിലിറ്റി അങ്ങനെ നോക്കണം കേട്ടോ. ഓക്കെ, അങ്ങനത്തെ ഒക്കെ തരാൻ പോണുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. പോസിബിലിറ്റി ഒക്കെ നോക്കണം നമ്മള്. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ ഒരു പോസിബിലിറ്റി നോക്കി അല്ലെ. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ആ പോസിബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ എടുത്തു കണ്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? 2 ബ്രോമോ അല്ലെ. 4th ആരുണ്ട്? ഈത്തൈൽ കണ്ടോ. 4 ഈത്തൈൽ. 4 ഈത്തൈൽ. പിന്നെ എന്തായിരുന്നു? ഹെക്സെയിൻ. ഈ 4th ഇല്ലേ 2 കാർബൺ. ഇത് ബ്രാഞ്ച് ആണ് അല്ലേ, ഇത് പാരന്റ് ചെയിനിൽ ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇവരെ റൗണ്ട് ഇട്ടേക്കണം കേട്ടോ ഞാൻ. ഓക്കെ, അപ്പൊ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ വന്ന YL ചേർത്ത് പറയണം, ഈത്തൈൽ. അപ്പൊ 1 കാർബൺ വന്നാൽ എന്തായിരിക്കും? CH3 വന്നാൽ എന്തായിരിക്കും? മീത്തൈൽ. അപ്പൊ 3 ബ്രാഞ്ച് ആയിട്ട് വന്നാൽ എന്തായിരിക്കും? പ്രൊപ്പൈൽ. YL കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്താണ്? കാർബൺ ബ്രാഞ്ച് ആയിട്ട് വന്നാൽ നമ്മൾ എന്താ ചേർക്കണ്ടേ? YL കേട്ടോ. ഓക്കെ, അപ്പൊ 4 എന്ത് വരും? ഈത്തൈൽ അല്ലെ. 4 ഈത്തൈൽ. ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഞാൻ മറന്നു. അപ്പൊ 4 ഈത്തൈൽ. പിന്നെ എന്ത് വന്നു? ഹെക്സെയിൻ കേട്ടോ, ഓർത്ത് നോക്കാം. ഹെക്സെയിൻ ഉണ്ട്. ഈ 4th ഇല്ലേ, ഇതിൽ ആരുണ്ട്? അത് ബ്രാഞ്ച് ആയിട്ടല്ലേ വന്നേക്കുന്നത്. റൗണ്ട് ചെയ്തേക്കാണ് അല്ലെ, നമുക്ക് ഓർക്കാൻ വേണ്ടിട്ട് അങ്ങനെ റൗണ്ട് ചെയ്യണം. അത് ബ്രാഞ്ച് ആയിട്ട് 2 കാർബൺ വന്നാൽ എന്താ വിളിക്കുക? ഈത്തൈൽ. അതാണ് 2 ബ്രോമോ 4 ഈഥൈൽ ഹെക്സെയിൻ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹെക്സെയിൻ എന്ന് പറയുമ്പോ എന്താണ്? ഒരു 6 നിലയുള്ള ബിൽഡിംഗില് അതില് 2nd ഫ്ലോറിൽ ആരുണ്ട്? ബ്രോമിൻ ഉണ്ട്. 4th ഫ്ലോറിൽ ആരുണ്ട്? ഈഥൈൽ ഉണ്ട്. കണ്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പൊ ഈ നമ്പർ എന്ന് പറയുന്നത് എന്താ? പൊസിഷനാ. നമ്പർ എന്ന് പറഞ്ഞത് പൊസിഷൻ. അല്ലാതെ 2 ബ്രോമോ എന്ന് പറഞ്ഞാൽ 2 ബ്രോമിൻ ആണോ? പെട്ടെന്ന് നിങ്ങൾ മൈൻഡ് അങ്ങനെ ആലോചിക്കും. 2 ബ്രോമോ 2 ബ്രോമിൻ ഉണ്ട്, അയ്യോ അല്ല. അപ്പൊ നമ്പർ തരുന്നതെല്ലാം എന്താണ്? പൊസിഷനാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി 2 ബ്രോമിന് വന്നപ്പോ എങ്ങനെ പറയും? ഡൈബ്രോമോ. എന്താ വിളിക്കാൻ പോണേ? ഡൈബ്രോമോ. 3 ബ്രോമിന് വന്ന ട്രൈബ്രോമോ. ഇനി 2 എണ്ണം ഇതുപോലത്തെ വന്നു എന്ന് പറഞ്ഞാൽ 2 ഈഥൈൽ. അപ്പൊ എന്തായിരിക്കും? 2,2 ഡൈ ഈഥൈൽ. അല്ലെങ്കിൽ 4,4 ഡൈ ഈഥൈൽ. അങ്ങനെയൊക്കെ വരും കേട്ടോ. അതൊക്കെ ഇപ്പൊ വരും, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ചെയ്യുമ്പോ വഴിയേ കിട്ടിക്കോളും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. CH3 CH2 എന്തായിരിക്കും അതിന്റെ പേര്?
ദിയ പറഞ്ഞോ. ഇവിടെ തൊട്ട് എങ്ങനെ പോണം? ഇവിടെ തൊട്ടാണ്. ഓക്കെ, അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് എങ്ങനെ 1 2 3 4 എങ്ങനെയാണോ? 1 2 3 4 ഇങ്ങനെ 1 2 3 4 അല്ലേ? അതിനേക്കാളും വലിയ ചെയിൻ ഉണ്ടോ നോക്കിയാ. അങ്ങനെ കണ്ടിന്യൂഷൻ ആണ്. 1 2 3 4 5 അല്ലേ? ഓക്കെ, അങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അതാണോ? അതിനേക്കാളും വലിയ ചെയിൻ ഉണ്ട് ഇതിനകത്ത്. വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടി. കിട്ടി അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് കിട്ടിയോ? 6 കിട്ടിയ ആർക്കെങ്കിലും? OH എണ്ണം മാത്രമേ ഉള്ളൂ. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് കിട്ടിയോ? എത്ര പേർക്ക് 6 കാണാൻ പറ്റുന്നുണ്ട്? 6 1 2 3 4 5 6 അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റിൽ പോലെ ചോദിക്കുന്നത്. കണ്ടോ? ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 1 2 3 4 5 6 കേട്ടോ. ഓക്കെ, ലോങ് ചെയിൻ ചോദിച്ചോ? ഇല്ല, ഇപ്പുറത്തൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പുറത്തെടുത്ത OHന് എത്രാമത്തെ നമ്പർ കിട്ടാം? 1 2 3 4. ഇത് 1 2 3. അപ്പൊ ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. 1 2 3 4 5 6 ഓർത്തോക്കെ. ഇനി ഇതാണ് പറയുന്നത്. അപ്പൊ ഈ നമ്പർ ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ലാത്ത ആൾക്കാരേക്ക് ഇതിങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. പെൻസിൽ കൊണ്ടൊന്ന് റൗണ്ട് ചെയ്യുക. അവരാണ് ബ്രാഞ്ച് കണ്ടോ. ഓക്കെ, ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള ഇതല്ലാത്ത ആൾക്കാരാണ് ബ്രാഞ്ച്. ഓക്കെ, ഇനി പറഞ്ഞു ചെയ്യാം. ഇതില് ബ്രാഞ്ച് ആയിട്ട് വന്നാൽ എന്താ വിളിക്കുക? ഒരു കാർബൺ ബ്രാഞ്ച് ആയ 2 വന്നു കഴിഞ്ഞാൽ ഈത്തൈലാണ്. മീത്തൈൽ അല്ലെ? എത്ര മീത്തൈൽ വന്നിട്ടുണ്ട്? 2 വന്നാൽ എന്ത് വിളിക്കണം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം വന്ന ഡൈ അല്ലെ? അപ്പൊ ഡൈ മീതയിലാണ്. പക്ഷെ പൊസിഷൻ പറയണം. 3,4 അല്ലെ? ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ പറയാണ് 3rd ഫ്ലോറിലും 4th ഫ്ലോറിലും 2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറയാം 3 and 4. അപ്പൊ ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. 3rd വന്നിട്ടുണ്ട്, 4th വന്നിട്ടുണ്ട്. ചിലപ്പോൾ 3rd തന്നെ വരാം. അപ്പൊ എങ്ങനെ എഴുതും? 3,3. പൊസിഷൻ പറയണം. ഒരാൾ എഴുതി കഴിഞ്ഞാൽ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? 3,4. എത്ര മീതയിലാ? ഡൈ മീത്തൈൽ. 2 പ്രാവശ്യം മീതയിൽ വന്നിട്ടുണ്ട്. കണ്ടോ? ഓർത്തോ? ഡൈ മീത്തൈൽ. 3,4 ഡൈ മീത്തൈൽ. പിന്നെന്തായിരിക്കും? ഓൺലൈനിന്റെ ഇപ്പൊ ഓരോ വന്നിട്ടുണ്ട്. തമ്മിൽ കുറെ സമയമായി വന്നിട്ട്. ഓക്കെ, ഞാൻ ഇടക്ക് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ടുണ്ടായില്ല. ഉണ്ടോ ചോദിച്ചു കേട്ടോ. നമ്മളെ നോമൻക്ലേച്ചർ 15 വരെ എഴുതി കേട്ടോ. ഓക്കെ, 15 വരെ നോമൻക്ലേച്ചർ 15 ഫംഗ്ഷൻ ഗ്രൂപ്പ് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒന്ന് ഇതിലോട്ട് എൻ്റർ ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, സാധാ ക്വസ്റ്റ്യൻസ് ആണ്. 3,4 ഡൈമീഥൈൽ എന്ത് വരും? ഹെക്സൻ ഓൾ. വെരി ഗുഡ്. ആ ഓൾ എവിടെയാണ് പൊസിഷൻ എന്ന് പറയണം? 3 ഓൾ. അപ്പൊ ഹെക്സൻ 3 ഓൾ കേട്ടോ. ഓക്കെ, അപ്പൊ 3,4 ഡൈമീഥൈൽ ഹെക്സൻ 3 ഓൾ. കണ്ടോ? ഓർത്ത് നോക്കുക. 3 ഓൾ. ഇനി ശ്രദ്ധിക്കുക, 3 ഹെക്സനോൾ എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ എഴുതുന്നതാണ് ബെറ്റർ. ചിലപ്പോൾ 2E എന്നൊക്കെ വരും. അപ്പൊ ഫ്രണ്ടിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഇതിനിടയിലെ ഒരു ഡബിൾ ബോണ്ട് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് കൊടുത്താൽ നമുക്ക് ഫ്രണ്ടില് അപ്പൊ എഴുതാൻ പറ്റില്ല. അപ്പൊ 4E3 ഓൾ അങ്ങനെ എഴുതേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഇതിനിടയിലെ ഞാനൊരു ഡബിൾ ബോണ്ട് കൊടുത്താൽ അയാളും ഈൻ ഓൾ ആയിട്ടാ വരിക. അപ്പൊ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? ഈന് 5th അപ്പൊ 5E3 ഓൾ അങ്ങനെ തന്നെ എഴുതേണ്ടി വരും ഇതുപോലെ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. 3,4 ഡൈ മീഥൈൽ ഹെക്സൻ 3 ഓൾ. ആ 3,4 എന്ന് പറഞ്ഞ് മീഥൈൽ 3rd വന്നിട്ടുണ്ട്, 4th വന്നിട്ടുണ്ട് കേട്ടോ. 3rd 4th മീഥൈൽ വന്നിട്ടുണ്ട്. മീഥൈൽ ഒരു പേഴ്സൺ ആണെന്ന് കരുതും. ഇപ്പൊ ഒരു സ്കൈലൈൻ ഫ്ലാറ്റില് 2 ഡെലിവറി വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും കയറി കിടക്കും. ഇല്ലല്ലോ. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. 2 ഡെലിവറി എന്ന് പറഞ്ഞാൽ അത് ഏത് ഫ്ലോറിലാണ്, എവിടെയാണ്? 7B 8A അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അതാണ് ഈ നമ്പർ. അപ്പൊ നമ്പർ കണ്ട അത് എപ്പോഴും എന്താ? പൊസിഷൻ ആണ്. മൈൻഡ് അത് ലോക്ക് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത്
നമ്പറും ഇതിപ്പോ 3 എന്ന് പറയുമ്പോൾ നമ്മൾ 3 ബ്രോമിൻ 3 ഈതയിൽ 3 ഈതയിലാണെന്ന് മൈൻഡിലേക്ക് വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതൊന്ന് ഓർത്ത് നോക്ക്. ഇവിടെ ഇരുന്ന് നമ്പേഴ്സ് ഓൾവേസ് പൊസിഷൻ. ഓക്കെ, ഇനി ഡബിൾ എന്നൊക്കെ പറയുന്നത് ഡൈ, ട്രിപ്പിൾ എന്തായിരിക്കും ട്രൈ, ആ രീതിയിൽ പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നോമൻക്ലേച്ചറിൽ വരുന്നത്. ചോദിച്ചു തിരിച്ചു ചോദിക്കും പിന്നെ. അത് എളുപ്പമാണ് ആക്ച്വലി, അത് എറർ വരില്ല കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത് കറക്റ്റ് ഓർഡറിൽ ചെയ്താൽ മതിയാവും. പക്ഷെ ഇങ്ങനെ എഴുതുന്ന ബുദ്ധിമുട്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതാണ് ബുദ്ധിമുട്ട് വരുന്നത്. 3 4th ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 4th CH3 C അല്ലേ. നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ടയർഡ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം കേട്ടോ. ഒന്ന് മാറ്റി തരാം. കേട്ടോ, നിങ്ങളൊന്ന് ചെയ്തു തുടങ്ങിക്കോ കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ കുറച്ച് ചെയ്യാം. സെവൻ വരെ കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഇവ ഏതാ പറഞ്ഞു? 4th നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം, ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം, ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം. റൂൾ എന്തായിരുന്നു ഒന്നുകൂടി പറയണം. ലോങ് ചെയിൻ ഒറ്റ റൂളാണ് കേട്ടോ. ഇനി എത്ര റൂൾ എടുക്കണം അതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ രസമാണ് അല്ലേ. ഓക്കെ, തുടങ്ങണുള്ളൂ കേട്ടോ. ഒറ്റ റൂളിൽ നമ്മൾ ഇതൊക്കെ എഴുതി പോവാണ് അല്ലെ. ആ മെയിൻ റൂൾ ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഡാഷ് ഫങ്ഷൻ ഗ്രൂപ്പ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ നിന്നാണോ ഫങ്ഷൻ ഗ്രൂപ്പ് ആരായിരുന്നു അതില്? CHO. അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ലോങ് ചെയിൻ ഇവിടെ നിന്ന് വരും 1 2 3 4. ലോങ് ചെയിൻ കണ്ടെയ്നിങ് എന്തായിരിക്കണം? ഫങ്ഷൻ ഗ്രൂപ്പ്. ചിലപ്പോൾ വലിയ ചെയിൻ ഉണ്ടാവും, അതില് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ള ചെയിൻ കുഞ്ഞിതാണെങ്കിൽ ആരെ എടുക്കാവൂ? ലോങ് ചെയിൻ ഉള്ള ഫങ്ഷൻ ഗ്രൂപ്പ് എടുക്കാവൂ. മനസ്സിലായോ? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷൻ ഗ്രൂപ്പ്. ഒരു വലിയൊരു ചെയിൻ ഉണ്ട്, അപ്പുറത്തെ ഒരു ചെറിയ ചെയിനിലാണ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ചെയിനെ എടുക്കാവൂ കേട്ടോ. ഓർത്ത് നോക്കാം, അതാണ് റൂൾ. അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഇവിടെ നിന്ന് 1 2 3 4 കേട്ടോ. ഓക്കെ, ഇനി കാർബൺ അല്ലേ? കാർബൺ ആണ്. ഇനി ഇവിടെ എല്ലാം OH കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നിന്ന് നമ്പർ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ആൽഡിഹൈഡ് പിന്നെ ആരൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? കാർബോക്സിലിക് ആസിഡ്. എൻഡിൽ വരുന്ന ആൾക്കാരാണ് അവര് വന്നാൽ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. ആരൊക്കെയുണ്ട്? ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്. പിന്നെ നമ്മളിപ്പോ ഈ ലാസ്റ്റ് കണ്ട ആൾക്കാർ ആരൊക്കെയാ? അമ്മൈഡ്. അമ്മൈഡിൽ C ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാനായിട്ട് അല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. എസ്റ്റർ വരുമ്പോൾ അങ്ങനെയല്ല. എസ്റ്ററിന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്നു. എസ്റ്റർ കേട്ടോ. ഓർത്തോ എസ്റ്ററും പറയാം. എസ്റ്ററിന് പക്ഷെ വേറൊരാള് ഇങ്ങനെ ബ്രാഞ്ച് ഒക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡും വരുമ്പോൾ ആ ഫങ്ഷൻ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു 1 2 3 4. ഇനി പറ എത്രാമത്തെ പൊസിഷനിലാണ് മീഥൈൽ വന്നേക്കുന്നേ? 2 മീഥൈൽ. ശരിയാ അങ്ങ് പറഞ്ഞോ. ബ്യൂട്ടനാൽ ശരിയാണ് കേട്ടോ. വെരി ഗുഡ്. 2 മീഥൈൽ ബ്യൂട്ടനാൽ. 2 മീഥൈൽ ബ്യൂട്ടനാൽ.
2-methyl butanol. ഓക്കെ. പേര് വന്നു ദിയ. ഓക്കെ. അയ്യോ, അപ്പൊ 2 ദിയ അല്ലേ? ഓക്കെ. ദിയ പറഞ്ഞു. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഈ C ഡബിൾ ബോണ്ടോ H എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡാ. C ഡബിൾ ബോണ്ടോ H ആൽഡിഹൈഡാണ്. അപ്പൊ ആൽഡിഹൈഡ് കണ്ട പിന്നെ വേറെ ഒന്നും നോക്കണ്ട, എവിടെ നിന്ന് തുടങ്ങിയേക്കണം? അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും വലിയ ചെയിൻ ആണെന്ന് നോക്കിയേ. 1 2 3 4 5 ഉണ്ടോ? ഓക്കെ. ഇനി ഇതിലെല്ലാത്ത ഈ നമ്പർ ചെയ്തേക്കുന്ന ആളില്ലേ, അങ്ങനെ അല്ലാത്ത ആൾക്കാരെയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യണം പെൻസിൽ കൊണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആരാത്? 1 2 3 4 അല്ലേ? 4 വന്നാൽ അല്ല, ഈ ഒറ്റയ്ക്കല്ലേ വന്നേക്കുന്നത്, നമ്പർ അല്ലേ പറയണ്ടേ? ഓർത്ത് നോക്കുക. ഇതിങ്ങനെ വന്നാൽ എന്തായിരുന്നു? പെന്റ്. ഇതിനെന്താ വിളിക്കുന്നത്? മീഥൈൽ. ഒരു മീഥൈലായി. 2 വന്ന ഡൈ മീഥൈൽ. 3 വന്ന എന്തായിരിക്കും? ട്രൈ മീഥൈൽ. 4 വന്ന ടെട്രാമീഥൈൽ. എന്തായിരുന്നു? ടെട്രാമീഥൈൽ. മൈൻഡ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാ കേട്ടോ, ഓർത്ത് നോക്കാം. ഇല്ല, പൊസിഷൻ പറയും. 2,2 കേട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയായിരിക്കും. എവിടെയൊക്കെ മീഥൈൽ വന്നിട്ടുണ്ട്? 2-ൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 2 ഒരു മീഥൈൽ വന്നിട്ടുണ്ട്. അടുത്ത മീഥൈൽ 2 തന്നെ അല്ലേ? 2 കോമ. ഇനി അടുത്ത ഏതാ പൊസിഷൻ? 3 കോമ 4. ഒന്ന് ഓർത്ത് നോക്കാം. എത്രയായി? ടെട്രാ മീഥൈൽ. ടെട്രാമീഥൈൽ കണ്ടോ, ഓർത്ത് നോക്കാം. ടെട്രാമീഥൈൽ. ഇനി എന്തായിരിക്കും മെയിൻ ആള്? 5 വന്ന പറഞ്ഞോ? ശരിയാ, പറയുന്നുണ്ട്. പെന്റ് കേട്ടോ. ഓക്കെ. ലിപ്പ് ഇങ്ങനെ അനങ്ങുന്നുണ്ടോ? അതെല്ലാം തൈരും പോരാ. പറഞ്ഞോ, തെറ്റണെങ്കിൽ തെറ്റട്ടെ കേട്ടോ, ഓർത്ത് നോക്കുക. പെന്റ്. പിന്നെന്തായിരിക്കും? ആൽഡിഹൈഡ് വന്ന ആൽ. അപ്പൊ എന്തായിരിക്കും? പെന്റനാൽ അല്ലേ? ഓക്കെ, പെന്റനാൽ. അപ്പൊ ഇത്രയുണ്ട് കേട്ടോ. 2,2 3 4 ടെട്രാമീഥൈൽ പെന്റനാൽ കേട്ടോ. ടെട്രാമീഥൈൽ പെന്റനാൽ. പെന്റനാൽ കേട്ടോ. Then നെക്സ്റ്റ് മീനാക്ഷി. 6th. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്പർ? ഇവിടെ നിന്ന് വേണോ? ഇവിടെ നിന്ന് വേണോ? ഇവിടെ നിന്ന് വേണോ? ഇവിടെ നിന്ന് വേണം. ഇവിടുന്ന് ഇവിടുന്ന് ഇത് ഇത് ചെയ്താലും സെയിം ആണ് കേട്ടോ മോനെ. അപ്പോ ഇവിടെ നിന്ന് ചെയ്തോ, കുഴപ്പമില്ല. കാരണം ഇവിടെ നിന്ന് ചെയ്താലും എന്താ ഒരേ നമ്പർ ആയി കിട്ടാം. ഓക്കെ. അപ്പോ ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ. മീനാക്ഷി ഇവിടെ നിന്ന് ചെയ്താലും റൈറ്റ് ആണ്, ഇവിടെ നിന്ന് ചെയ്താലും റൈറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ചെയ്യിപ്പിച്ചത്. 1 2 3 4 5 കേട്ടോ. ഈ H ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടേക്കണാണ് കേട്ടോ. ഓക്കെ. H ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടേക്കണാണ്. സാധാരണ അങ്ങനെ H ഇടേണ്ട ആവശ്യമില്ലല്ലോ. CH എന്നല്ലേ കൊടുക്കാറ്. കുറഞ്ഞ H ഒക്കെ മാറ്റിയൊക്കെ നിങ്ങൾ കൊടുക്കും. ചില ആൾക്കാർ തെറ്റിച്ചോളും കേട്ടോ. അപ്പോ 5 വന്നു. ഇനി എന്താ ശ്രദ്ധിക്കണ്ടേ? ബ്രാഞ്ച് വന്നേക്കുന്ന ആൾക്കാരാ അല്ലെ? ഓക്കെ. ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലാത്ത ആൾക്കാരെ നമ്മൾ ഇങ്ങനെ അല്ലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി എന്ത് പറയും മീനാക്ഷി എന്ന് പറഞ്ഞേ? മീഥൈലാണ്. പക്ഷെ എവിടെയാ പൊസിഷൻ വന്നേക്കുന്നത് നോക്കിയേ. അപ്പൊ ആദ്യം എന്ത് പറയണം? 2,3 ഡൈമീഥൈൽ കേട്ടോ, ഓർത്തോ. അപ്പൊ കറക്റ്റ് ആയി തുടങ്ങേണ്ട. 2,3 കണ്ടോ, നിങ്ങൾ ആ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. ഡൈമീഥൈൽ. പെന്റ് പറഞ്ഞു, അത്രയും നിർത്തിക്കോ. ഇനി ഇത് OH അല്ലേ? OH എത്ര എണ്ണം വന്നിട്ടുണ്ട്? 1 2 3. ഒരു OH വന്ന എന്താ വിളിക്കുക? ഓൾ. അപ്പൊ 2 OH വന്ന ഡയോൾ. 3 വന്ന എന്തായിരിക്കും? ട്രയോൾ. 3 വന്ന എന്തായിരിക്കും? ട്രയോൾ. ട്രയോൾ. 3 വന്ന ട്രയോൾ കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കിയേ. 2,3 ഡൈ മീഥൈൽ. പിന്നെന്താ വരിക? പെന്റ് അല്ലെ? ഏതൊക്കെ പൊസിഷനിലാണ് വരുന്നത്? പെന്റ് OH എവിടെയൊക്കെ വന്നേക്കുന്നത്? 2,3, 4 എന്തായിരിക്കും? ട്രൈഓൾ. ട്രൈഓൾ കേട്ടോ, ഓർത്ത് നോക്കാം. ട്രൈഓൾ. ട്രൈഓൾ കേട്ടോ. ഓക്കെ. അടുത്ത ഇത് എഴുതിയേക്ക്. നല്ല ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. പെന്റ് എന്ന് പറയാൻ കാരണം ഇവിടെ 1 2 3 4 5 അത് ഈ OH വന്നേക്കുന്ന പൊസിഷൻ ഉണ്ടോ. OH എത്ര ഉണ്ട്? ഒരു OH വന്ന ഓൾ. 2 എണ്ണം വന്ന എന്തായിരിക്കും? അപ്പൊ ഡയോൾ. 3 വന്ന എന്തായിരിക്കും? ട്രയോൾ. അപ്പൊ
അപ്പൊ ട്രയോൾ ആണ്. ഒരു കാർബണിൽ തന്നെയാണോ ആ OH വന്നേക്കുന്നത്? അല്ല, ആ നമ്പർ ആണ് പറയുന്നത്, പൊസിഷൻ. 2, 3, 4 ട്രയോൾ. 2, 3, 4 ട്രയോൾ. എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, പഠിച്ച് പതുക്കനായാലും പോയാൽ മതി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ കിട്ടത്തില്ല നിങ്ങൾക്ക്. മനസ്സിലായില്ല? ബ്രാഞ്ച് ആയിട്ടുള്ള ഫ്രണ്ടിൽ വരണം. പാരന്റ് ചെയിനും ബാക്കിയുള്ളതും എപ്പോഴും എന്തായിരിക്കണം? ലാസ്റ്റ് ആയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം ബ്രാഞ്ച് വന്നേക്കുന്ന ആൾക്കാർ എപ്പോഴും എന്തായിരിക്കണം? ഫ്രണ്ടിലായിരിക്കണം. ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, അത് ലാസ്റ്റിൽ വരുന്ന ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതി ആയിരിക്കണം. ഈ രീതിയിൽ. ഇനി അടുത്തത് ഹരി. ഞാൻ പറഞ്ഞു മോനെ 7th. അല്ല, അത് ലോങ് ചെയിൻ ഏതായിരുന്നു മോനെ? സെയിം ആണ്. അപ്പൊ എവിടെ നിന്ന് നമ്പർ ചെയ്യണം? 1, 2, 3, 4, 5. ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഇനി എന്തായിരിക്കും പറഞ്ഞോ? ബ്രാഞ്ച് ഇല്ല കേട്ടോ. ഹരി ആലോചിച്ചത് എന്താണെന്നറിയോ? സാറേ ഇത് ഇവിടെ ഇരിക്കട്ടെ അല്ലേ? 1, 2, 3. അപ്പൊ ഇത് 2 ബ്രാഞ്ചാക്കി ഓർത്തോക്കെ. അപ്പൊ ഞാൻ എഴുതിയേക്കുന്നുണ്ട, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കിട്ടാൻ വേണ്ടി 2 3 അങ്ങനെ ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോ തെറ്റിച്ചു വരും. മനസ്സിലായോ? ഇനി എവിടെ നിന്ന് അല്ലേ? ഇവിടെ നിന്ന് തുടങ്ങണ്ടേന്ന് അതല്ലേ ചോദ്യം? ഞാൻ അങ്ങനെ തുടങ്ങാൻ പറ്റാവുന്ന 2 ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആരാത്? ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡ്. അവർക്ക് മാത്രമാണ് എൻഡില് സി ഉള്ളത് അല്ലെ? ഫംഗ്ഷൻ ഗ്രൂപ്പ് എൻഡില് കാർബൺ ഉള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരൊക്കെയാ? CHO ആൻഡ് COH. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ടിപ്സ് കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മുടെ റൂൾ തന്നെയാണ് ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇതിൽ ലോങ് ചെയിൻ ആണിത് അല്ലെ? അതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് ലോങ് ചെയിൻ ഇങ്ങനെ എടുക്കാം കുട്ടികൾക്ക് അല്ലെ? ഓക്കെ, അങ്ങനെ ലോങ് ചെയിൻ എടുത്ത് കഴിയുമ്പോൾ അതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ല. കണ്ടോ? ഓർത്ത് നോക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളു കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അല്ല ബ്യൂട്ടോ ആണോ ഇത്? 5 എന്നാ പെന്റ് 2,4. ശരിയാ, ഡയോൺ. വെരി ഗുഡ് ഹരി, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെന്റ് നോക്കിയേ, പെന്റ് 2,4 ഡയോൺ. 2 ഓൺ വന്നിട്ടുണ്ട്, ഡയോൺ കേട്ടോ. ഓക്കെ, 7th ആയി ഓൺ. എന്റെ ഒപ്പം എഴുതണം കേട്ടോ, ഞാൻ നോക്കും. നമുക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പ് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഡയോൺ, ഡയോൾ. നിങ്ങൾക്ക് ബ്രാഞ്ച് ആയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നത് കണ്ടോ. മീതൈൽ അവിടെയും ഫംഗ്ഷൻ ഗ്രൂപ്പ് ലാസ്റ്റ് അല്ലേ കൊടുത്തേക്കുന്നത്? കണ്ടോ? ഓർത്ത് നോക്കാം. ഈ ഇത്ര എഴുതിയേക്കുന്നത് ആൽ ലാസ്റ്റ് അല്ലേ? അപ്പൊ ഇതിന് എന്തില്ല? ബ്രാഞ്ച് ഒന്നും ഇല്ല. ബ്രാഞ്ച് ഇല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് തൊട്ട് തുടങ്ങും? പെൻഡ് തന്നെ അല്ലേ? പാരന്റ് ചെയിൻ. കണ്ടോ? ഇവിടെ ബ്രാഞ്ച് ഇല്ലായിരുന്നു വെച്ചാൽ എവിടെ നിന്ന് പറയും? പെൻഡ്. ഉണ്ടോ? 2, 3, 4 ട്രയോൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രണ്ടിൽ വരുന്ന ആരാണ്? ബ്രാഞ്ച് ആയിട്ട് വരുന്ന ആൾക്കാർ. ബ്രാഞ്ച് ആയിട്ട് ആൾക്കാർ ആരൊക്കെയാ നമുക്കുള്ളത്? മീതൈൽ, ഈതൈൽ, പിന്നെന്താ? ബ്രോമോ, ഹാലോ. ഉണ്ടോ? ഓക്കെ, അങ്ങനെയുള്ളത് മാത്രമാണ് വരുന്നത്. അപ്പൊ ഹാലജൻ മാത്രമാണ് ഫ്രണ്ടിൽ നമ്മൾ എഴുതുന്നുള്ളൂ അല്ലെ? ഓർത്ത് നോക്കാം. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് അതിന് വേറെ റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി തുടങ്ങണുള്ളൂ കേട്ടോ. ഇനി ഇത് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ സ്കൂളിൽ ഇതും മറ്റേ റൂളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഒന്നും കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എഴുതിയേക്കുന്ന ഇതില്ലേ ഇയാള്, ഇപ്പുറത്ത് ഞാൻ CH വിട്ട് കഴിഞ്ഞാൽ CH വിട്ട് ഇവര് ബ്രാഞ്ച് ആകും. അപ്പൊ ഈ OHന് ഓളിന് പകരം ഹൈഡ്രോക്സി, കീറ്റോണിനെ വിളിക്കുന്നത് കാർബോണിയൽ ഓർ ഓക്സോ. കീറ്റോൺ എന്താ വിളിക്കുന്നത്? ഓക്സോ. ഇവരൊക്കെ അങ്ങ് മാറും കേട്ടോ. ഓർത്തോക്കാം. അപ്പൊ അത് കുറച്ചേ വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് മര്യാദക്ക് പഠിച്ച് ഉറപ്പിച്ച് എല്ലാം കഴിയുമ്പോൾ അതും ജസ്റ്റ് ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ പ്രയോറിറ്റി റൂൾ. റെഡി? മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന എല്ലാത്തിലും ഒരേ ടൈപ്പ് ഫംഗ്ഷൻ ഗ്രൂപ്പല്ലേ വന്നിട്ടുള്ളൂ.
അല്ലെ? CH ഉള്ള സമയത്ത് ആൽഡിഹൈഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രയോറിറ്റി റൂൾ അനുസരിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നോർമൽ ഇങ്ങനത്തെ കോമ്പൗണ്ടാണ്. പക്ഷേ എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രോട്ടോകോൾ ആൻഡ് റൂൾ മാറും അല്ലെ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോ ഇവിടെയുള്ള നമ്മുടെ കൊച്ചിൻ മേയർ അല്ലെ, ആ മേയർ ഇവിടെ ഇരിപ്പുണ്ട് ആ ഫംഗ്ഷൻ. അപ്പൊ ആ പുള്ളിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. ഇനി പിറ്റേ ദിവസം ഈ സെയിം ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ നടക്കുന്ന പ്രോഗ്രാമിൽ, നിങ്ങൾ സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമാണ്, അപ്പുറത്ത് വരുന്ന പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് കരുതിയിട്ട് മേയർ ആദ്യം പിടിച്ചെടുത്തു. ആർക്ക് പ്രയോറിറ്റി കൊടുക്കും? അപ്പൊ മേയറിന് എന്തായി അല്ലെ? ബ്രാഞ്ചായി, പാവം പുള്ളിനെ സൈഡിൽ അല്ലെ എത്തി. അങ്ങനെ അല്ലെ, ഒരു ഹൈറാർക്കിയൽ റൂൾ ഉണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും വന്നു. അങ്ങനെ വന്നാൽ എന്ത് കൊടുക്കും? അങ്ങനെ റൂൾ ഉണ്ട് അല്ലെ? അപ്പൊ ആ റൂൾ അനുസരിച്ചിട്ട്, അത് ഇന്ത്യയിൽ എഴുതിയേക്കുന്ന ആ റൂൾ അനുസരിച്ചിട്ടാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ അത് അങ്ങനെ റൂളായിട്ട് വന്നേക്കാണ്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് നോർമലി എന്ത് വരുന്നത് അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പിന്. ഇതിൽ നിങ്ങൾ ക്ലിയർ ആക്കുക. ദെൻ മറ്റേതൊന്ന് ആഡപ്പ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ OHനെ നമ്മൾ ഓടുന്ന പഠിപ്പിച്ചേക്കുന്നത്, പക്ഷെ അത് ബ്രാഞ്ച് ആവുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ അതിന് ഹൈഡ്രോക്സി. ദെൻ CHO ബ്രാഞ്ച് ആയാലും അതിനെ വിളിക്കുന്ന കാർബോണിയൽ ഓർ ഓക്സോ, അങ്ങനെയൊക്കെ പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കൃത്യമായിട്ട് അങ്ങ് പോവാം കേട്ടോ. ഓക്കെ, ദെൻ ചോദിച്ചു പോകണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് പതുക്കനെ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ തുടങ്ങി അല്ല പറ. ഇത് നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യണോ, ഇവിടെ നിന്ന് നമ്പർ ചെയ്യണോ? ഇവിടെ നിന്ന് നമ്പർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 1 2 3 പിന്നെ എന്ത് ചെയ്യണം? 4 5. ഇങ്ങനെയാണോ? 1 2 3 4 ഏതെടുക്കാം? 1 2 3 4 എന്ന് എടുക്കണോ? 1 2 3 4 5 എന്ന് എടുക്കണോ? 5 എടുക്കണോ 4 എടുക്കണോ? റൂൾ എന്തായിരുന്നു കൂടി പറഞ്ഞേ? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒന്നുകൂടി പറഞ്ഞേ, ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹരി റഷ്യൻ പ്രസിഡന്റ്, ട്രംപാണ് ഞാൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി വരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും കൂടി താൻ കൺസിഡർ ചെയ്യോ ഇല്ലേ? എന്ത് ചെയ്യും അല്ലെ? ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ രണ്ടുപേരെ കൺസിഡർ ചെയ്യുന്ന ചെയിൻ എടുക്കുമോ? ഒരാളെ യെസ്, അങ്ങനെയാണെങ്കിൽ താൻ ഇതെടുക്കും. 4 5 എടുത്തിട്ട് പറ്റില്ല, സിറ്റുവേഷൻ മാറി. മനസ്സിലായി? ഏതാ നമ്മുടെ റൂൾ എന്തായിരുന്നു? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ലോങ് ചെയിൻ ഏതാണോ അതിൽ എന്തുണ്ടായിരിക്കണം? ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് എടുക്കണം. മനസ്സിലായോ? ശരിക്കും ലോങ് ചെയിൻ ഏതാ? ഇതാണ്. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? വാട്ട് ഇസ് ദ റീസൺ? അതിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ സമ്മതിക്കൂലത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ അടുത്ത സിറ്റുവേഷൻ വരും, 3 COH ഞാൻ ഫിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? 3 COH അപ്പൊ എവിടെ തുടങ്ങിയാലും കിട്ടുമോ? അതാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കയറ്റുന്നത്. മനസ്സിലായോ? 3 COH ഒരു ചെയിനിൽ പല പല സ്ഥലത്ത്. ഇവിടെ ഞാനൊരു COH ഇട്ടു. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത റൂൾ വരും. മനസ്സിലായി? അപ്പൊ ലോ ഇങ്ങനെ കിടക്കാണ്. ഇങ്ങനെ പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെ വരുമ്പോ അടുത്ത റൂളായി. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് ഒരു റൂളുമേയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസുകൾ എളുപ്പമുള്ളത് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് അതിൽ നിങ്ങൾ മാസ്റ്റർ ആക്കി കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് കയറാം. ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ കൂടി അങ്ങനെ മിക്സ്ഡ് ആകും. എങ്ങനെ ചോദിച്ചാലും തെറ്റിക്കും, ആ ലെവലാവും. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റൂൾസ്, ആ റൂൾ എന്താണോ അതിൽ നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ, അത് ഈ ഒരെണ്ണം ക്ലിയർ ആയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്നതില്ലേ, അതിൽ തന്നെ നിങ്ങൾക്ക് എറർ വരാതെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകും. ബാക്കിയുള്ളത് അതിലേക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്.
അടുത്ത ബി ഒരു ഒറ്റ കാര്യം വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളതേ എടുക്കാവൂ അല്ലേ? ഓക്കെ, അപ്പൊ അത് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഒക്കെ ഇടുന്നത്. അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. എന്തുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ? ഇതാണ് റൈറ്റ് വേ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും 4 തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് ബ്രാഞ്ചിന് പ്രയോറിറ്റി കിട്ടും. ബ്രാഞ്ചിന്റെ നമ്പർ 2 അല്ലേ? അല്ലെങ്കിൽ എന്ത് വരും? 1 2 3. 3 ഈതയിൽ എന്ന് പറയുന്നതാണ്. 2 ഈതയിലാണ് ഈസി. 2 ഈതയിൽ, അതുകൊണ്ട് 2 എടുക്കണം. ഓക്കെ, അപ്പോ ഫംഗ്ഷൻ ഗ്രൂപ്പ് 2 സൈഡിൽ നിന്ന് തുടങ്ങാൻ പറ്റും. പക്ഷെ ഇവിടെ 2 ഈതയിലിന് വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ വരുമ്പോ ഈ 2 ഈതയിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എന്തായിരിക്കും ഇതിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത് 2 ഈതൈൽ. എന്തുകൊണ്ട് ഈതയിൽ വന്നതെന്ന് അറിയാലോ? 2 ഈതൈൽ. ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 4. ബ്യൂട്ട്. ബ്യൂട്ട് 1,4. ശരിയാ. ഡൈ ഓയിക് ആസിഡ്. ഗുഡ് കേട്ടോ. ഓർത്തോക്കെ ഡൈ ഓയിക് ആസിഡ്. കേട്ടോ. ഓക്കെ, ഡൈ ഓയിക് ആസിഡ് ആണോ? നിങ്ങൾ പതുക്കനെ നിങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ എവിടെ നിന്നായിരിക്കും നമ്പർ ചെയ്യാം? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് സ്ഥലം അല്ലെ? എവിടെയാ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളത്? NH2. ഗുഡ് കണ്ടോ? ഓർത്ത് നോക്കാം. 1 2 3 4. ഇനി പറ. തേർഡിൽ ആരുണ്ട്? ഇതേലാണോ മീതയിലാണോ? ഒരു കാർബൺ വന്നാൽ എന്താ വിളിക്കുക നമ്മള്? 1 കാർബൺ. 1 കാർബൺ ഇവിടേക്ക് വന്നപ്പോ എന്താ വിളിച്ചത് നമ്മള്? ഒരു കാർബൺ CH3 മീത്തൈൽ. അപ്പൊ എന്താ വിളിക്കാം? 3 മീത്തൈൽ. 3 മീത്തൈൽ. ടോട്ടൽ എത്ര കാർബൺ വന്നു? ഇതാണ് പാരന്റ് ചെയിൻ. ഈ നമ്പർ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ നമ്പർ ഒക്കെ ചെയ്യണം കേട്ടോ. മെത്തേഡ് പഠിക്കാനേ ചെയ്യുന്നത്, അല്ലാതെ ഇതിന്റെ ആൻസർ കാണാനും വേണ്ടിയിട്ടല്ല കേട്ടോ. ഓർത്തു വെക്കുക, ഇത് പ്രാക്ടീസ് ആവുള്ളൂ. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയേ അല്ല കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നതാണ് ആക്ച്വലി അല്ലേ? ഓക്കെ, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പഠിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ട്രാക്കിൽ പഠിച്ച് പുതിയത് വന്നു അല്ലേ? അങ്ങനെ വന്ന സമയത്തായിരിക്കും നമ്മൾ അല്ലെ ഒരു എന്താണ് ഹില്ലി റീജിയനിൽ കൂടി പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ആയി, ഡെസേർട്ട് റീജിയനിൽ പോയി ആ എക്സ്പീരിയൻസ് ആയി അല്ലേ? ഓക്കെ, അങ്ങനെയുള്ള എല്ലാ എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് ആവുന്നത്. അതുപോലെയാണിത്. ഇതിങ്ങനെ ചെയ്ത് എററൊക്കെ വരും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഓർത്തു നോക്കുക. 3 മീഥൈൽ 4 വന്ന വേറെ ആരും പറയല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. എന്റെ വെച്ച പറഞ്ഞു. 4 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1 കാർബൺ വന്നാൽ എന്താ വിളിക്കാം? മീഥൈൻ, ഈഥൈൻ. ശരിയാ, ബ്യൂട്ടേൻ. കണ്ട ഓർത്ത് നോക്കാം. അപ്പൊ പെട്ടെന്ന് എന്തുകൊണ്ടാ പറയുക? നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെറിയ ഇതുപോലെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കണം കേട്ടോ. അല്ലാതെ ഇയാൾക്ക് അറിയാം ഉള്ളിൽ 4 ബ്യൂട്ടാണെന്ന്, പക്ഷെ അത് വന്നില്ല, ദേഷ്യമായി. അങ്ങനെ വരും, മനസ്സിലായി? എന്താണ് വരാത്തത്? കിട്ടണല്ലോ, അങ്ങനെ ദേഷ്യം വരും. ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും? എങ്ങനെ ഓർത്തിരിക്കാനായിട്ടുള്ള ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും? ബ്യൂട്ട അല്ലെ? ബ്യൂട്ടൻ. NH2 വന്ന എന്താ? അമീൻ. ബ്യൂട്ടൻ അമീൻ കേട്ടോ. ഓക്കെ, അപ്പോ 3 മീഥൈൽ ബ്യൂട്ടനമീൻ. 3 മീഥൈൽ ബ്യൂട്ടനമീൻ. 3 മീഥൈൽ ബ്യൂട്ടനമീൻ. ഓക്കെ, then ഓൺലൈൻ. ത്രീ മീഥൈൽ ബ്യൂട്ടനമീൻ. then ഓൺലൈനില് ആദിത്യ മോനെ പറഞ്ഞേ അടുത്ത 10th. പറഞ്ഞോ മോനെ. COCl ആണ്. C ഡബിൾ ബോണ്ടോ Cl. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഇവിടെ നിന്ന്. ഡൗട്ട് ഉണ്ടോ? ഇനി എന്തായിരിക്കും പേര് പറഞ്ഞു നോക്കിയേ?
ഇല്ല മോനെ. ഈ COCLന്റെ ഒരു ഹെഡിങ് എഴുതിയത് അസൈൽ ഹാലൈഡ് നമ്മൾ എഴുതിയില്ലേ? അസൈൽ ഹാലൈഡ് എത്രാമത്തെ നമ്പറാണെന്ന് നോക്കിയേ. അസൈൽ ഹാലൈഡ് എഴുതിയത് ഏറ്റവും ലാസ്റ്റ് എഴുതിയത് നമ്മൾ നൈട്രോ ആണ് അല്ലെ. അതിനു മുമ്പ് എന്താ എഴുതിയേക്കണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടോ? അസൈൽ ഹാലൈഡ് അല്ലെ, അസൈൽ ഹാലൈഡ്. അപ്പൊ അത് എങ്ങനെയാ വിളിക്കുക? അതിന് OYL ചേർക്കണം. അപ്പൊ എന്തായിരിക്കും? ബ്യൂട്ടനോയൽ അല്ലെ. വണ്ണിന് പേര് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ബ്യൂട്ടനോയൽ ക്ലോറൈഡ് കേട്ടോ. ഓക്കെ, ബ്യൂട്ടനോയൽ ക്ലോറൈഡ്, ബ്യൂട്ടനോയൽ ക്ലോറൈഡ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് സാമുവൽ. മോനെ സാമുവൽ പറഞ്ഞേ, നമ്പർ ചെയ്യുമ്പോ എവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്? ഓക്കെ, റൈറ്റ് ആണ്. C ഡബിൾ ബോണ്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. റൈറ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 1. ഇനി സ്ട്രെയിറ്റ് ആണോ താഴേക്കാണോ? എന്താ ചെയ്യേണ്ടത്? എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 2 3 4 ആണോ? 1 2 3 4 5 ഏതെടുക്കും? സൈഡ്. ഗുഡ്. ഇനി എന്ത് ചെയ്യും? പേര് പറഞ്ഞു, ട്രൈ ചെയ്തു. 2 ethyl, 2 ethyl റൈറ്റ് ആണ്. ഒരു മിനിറ്റ്. ടെൻത്ത് എന്ന് പറയുന്നത് നമ്മള് C ഡബിൾ ബോണ്ട് ഓഫ് Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൽ ഹാലൈഡ്. എഴുതിയത് നോക്കിയേ, അസൈൽ ഹാലൈഡ്. അവിടെ എന്താ എഴുതി വെച്ചേക്കണേ നോക്കിയേ. അസൈൽ വന്ന OYL ചേർക്കണം. എന്താ ചേർക്കണ്ടേ? OYL. അപ്പോ 4 വന്നിട്ടുണ്ട്. 4 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബ്യൂട്ടൈൻ ആണ് അല്ലെ, ബ്യൂട്ടനോയൽ. 5 വന്നാൽ എന്ത് വിളിക്കും? പെന്റനോയൽ. നമ്മൾ എഴുതിയിരിക്കുന്നതിൽ എന്തായിരുന്നു? 3 വന്ന് എഴുതിയില്ലേ? അപ്പൊ എന്തായിരുന്നു? എത്തനോയൽ എഴുതിയോ? എത്തനോയൽ എഴുതിയില്ലേ? അസൈൽ ഹാലൈഡ് അല്ലെ, എത്തനോയൽ. കണ്ടോ? OYL ചേർക്കണം കേട്ടോ. പിന്നെ ഷോക്കിയാണോ? 4 വന്നാൽ എന്ത് വിളിക്കും? ബ്യൂട്ട് അല്ലെ. ഇതുപോലെ C ഡബിൾ ബോണ്ട് ഓഫ് Cl വന്നാൽ എന്ത് വിളിക്കണം? OYL. അപ്പൊ എന്ത് വിളിക്കും? ബ്യൂട്ടനോയൽ. അപ്പൊ 5 വന്ന പെന്റനോയൽ കേട്ടോ. നോയൽ, നോയൽ ഫ്ലാറ്റ് കേട്ടല്ലേ, നോയൽ കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നാണ് വന്നത് കേട്ടോ. ഓക്കെ, പെന്റനോയൽ മറക്കരുത് കേട്ടോ, എന്തെങ്കിലുമൊക്കെ വെച്ച് ഓർക്കാം. ഓക്കെ, ദെൻ അടുത്ത എന്തായിരുന്നു? പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോൻ സാമുലെ പറഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? ശരിയായിരുന്നു. 2 ethyl, പിന്നെന്തായിരുന്നു? പെന്റനമൈഡ് അല്ലേ, പെന്റൻ അമൈഡ്, AMIDE, പെന്റനമൈഡ്, പെന്റനമൈഡ്, പെന്റനമൈഡ് അല്ലേ. ഓക്കെ, AMIDE, പെന്റനമൈഡ്. 12 ആയി. അപ്പൊ നിങ്ങൾക്ക് ഈ ഇത്രയും വരെ ഇത് റെഫർ ചെയ്തിട്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വലിയ എന്താണ് ഒബ്സ്റ്റിക്കിൾസോ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. എന്ത് ചെയ്യണം? ആ റൂട്ടിൽ ഓടിച്ച് മാസ്റ്റർ ആക്കി കഴിഞ്ഞിട്ട് മാത്രം റൂട്ട് മാറണം. ഇപ്പൊ തന്നേക്കുന്ന അതേ ലെവൽ, അതിന് മുകളിലേക്കും ഇല്ല താഴേക്കും ഇല്ല, അതേ ലെവലിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അവിടെ ക്ലിയർ ആവണം. അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തെറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കുക. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന അതേ കഥ തന്നെയാണ് ഇവിടെയും പറയാറ്. നമ്മൾ ഒരു ട്രാക്കിൽ ഓടിച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ തന്നെ ഓടിച്ച് നല്ല രസമായിട്ട് നല്ല കോൺഫിഡൻസും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നെ സർക്കസ് കാണിക്കാൻ പോകും അല്ലേ. ഓക്കെ, അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലേ? നമുക്ക് പേടിക്കും. ഇൻ കേസ് പോയി ആദ്യമേ തന്നെ അല്ലേ, നമ്മൾ പോയി വല്ലയിടത്തും വണ്ടി ഒന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിയായിരിക്കും. വണ്ടി ഓടിക്കുമ്പോൾ ദൈവമേ
അങ്ങനെ ഉള്ള ഒരു ഫിയർ വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒരേ ഫ്രെയിമിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല ക്ലിയർ ആക്കുക. പിന്നെ നിങ്ങൾക്ക് അത് തെറ്റില്ല. പിന്നെ നമുക്ക് അടുത്ത റൂളിലേക്ക് പോവാം കേട്ടോ. അപ്പൊ 11 ആയി. ഇത് മാച്ചോട്ടെ, എല്ലാവരും എഴുതി കഴിഞ്ഞാലേ. ഇങ്ങനെ ഇൻഡിവിജ്വലി പറയുന്നില്ല. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് എഴുതും കേട്ടോ. എഴുതണ ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് തുടങ്ങണം കേട്ടോ. തുടങ്ങണം. നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്ത് 50 ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്കും ഒക്കെ പറയുകയൊക്കെ ചെയ്തു അല്ലെ. അപ്പോ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് 50 എങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെ വിഷമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് എഴുതി പോകും. നിങ്ങൾ വേഗം വേഗം ആൻസർ എഴുതി പോകണം കേട്ടോ. ഓക്കെ. അപ്പോ ഇപ്പൊ 11 അല്ലേ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേക്കണം. 12 തൊട്ട് നിങ്ങൾ ആരെയും നോക്കാതെ വേഗം വേഗം ചെയ്ത് പോകണം കേട്ടോ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യുന്നത്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ വേഗം എടുത്ത് എഴുതണം കേട്ടോ. അതുപോലെ അല്ല OH CW ഉണ്ടോ? CW ഉണ്ടോ? OH ആണ് കേട്ടോ. OH നിങ്ങള് എന്ത് പറ്റി? ആണോ? ഓഫായി പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ.
കേട്ടോ. ഇത് കഴിഞ്ഞല്ലോ, 18 വരെ കഴിഞ്ഞല്ലോ. ആരെങ്കിലും കഴിയാത്തുണ്ടോ? ആ കേട്ടോ, ആൻസർ എഴുതണം. വേഗം എഴുതിക്കോ, വേഗം ആൻസർ എഴുത. ആ ക്വസ്റ്റ്യൻ എഴുതോ, ആൻസറും എഴുതി തുടങ്ങിക്കോ കേട്ടോ. കാരണം ഇവിടെ ഞാൻ ഇങ്ങോട്ട് എന്റെ സമയം കൊണ്ട് വേഗം ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ. കണ്ണും മുഖമൊക്കെ വരച്ച ഇതിന്റെയൊക്കെ പേര് പറയണം. ഓർത്തോക്ക് തുടങ്ങണമല്ലോ. എത്തുമ്പോ പറയാം കേട്ടോ. ഓർത്തോക്ക് ഇത്രയും വരെ എത്തുമ്പോ നമുക്ക് ഇതിലേക്ക് വരാം. $32 കേട്ടോ. 50 വരെ എത്തണം. അപ്പോ നിങ്ങൾ 26 വരെ എത്തുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈപ്പുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് പറയാം. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. 25 വരെ കേട്ടോ. മിക്കവരും കഴിഞ്ഞു തോന്നണം അല്ലേ? 25 വരെ. ഞാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചെയ്യണ്ട, അല്ലാത്ത ചെയ്യാം കേട്ടോ. നമ്പർ ലോങ് ചെയിൻ നമ്പർ ചെയ്യണം കേട്ടോ. അല്ലാതെ നിങ്ങൾ കണ്ണുരുട്ടി ഇങ്ങനെ പറയണ പോലെ, ഇങ്ങനെ ഭാവിഭൂതം പറയണ പോലെയോ അതോ അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആ പരിപാടി ഇല്ല. നിങ്ങൾ നമ്പർ ചെയ്യണം. ലോങ് ചെയിനിൽ എറർ വന്നാലൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. 18 വരെ 25 വരെ ചെയ്താൽ മതി. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആ ടൈം എത്തി. വെരി ഗുഡ്. 26 ചെയ്തോ, കുഴപ്പമില്ല. അതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ല ഞാൻ പറഞ്ഞതേ, നിങ്ങൾ ചെയ്യുമ്പോൾ 18 വരെ, ഇതിൽ ആരെങ്കിലും 18 വരെ ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പോൾ അവിടെ വരെ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ ഒരു ചെയ്യുന്ന വേഗ കറക്റ്റ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഞാനിങ്ങനെ ആൻസർ പോകുമ്പോൾ ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല, അങ്ങനെ ആവും. അതുകൊണ്ടാണ്. ഇവിടെ വരെ തുടങ്ങിയുള്ളൂ. നല്ല എന്നാലോചിക്ക്. ഇതിൽ 2-ൽ ഒരു മീതിയില്ല, 2-ൽ അടുത്ത മീതിയില്ല. അപ്പം എന്ത് വിളിക്കും? 2 പ്രാവശ്യം വന്നാൽ ഇത്ര ഉണ്ടോ? ഓക്കെ. അങ്ങനെ ആലോചിക്കാൻ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് ആയിക്കോളും കേട്ടോ. ഓക്കെ. 2,2 ടൈമിൽ ബാക്കി നമ്പർ ചെയ്തേക്കുന്നത് റൈറ്റ് ആണ്. ഉണ്ടോ? ഞാനപ്പോൾ തന്നെ നോക്കിയതാണ്, ആ നമ്പറിങ് റൈറ്റ് ആണ്. ഒരു സമാധാനമായി. നമ്പർ ചെയ്തോ മോൻ. നല്ല വെച്ചു കേട്ടോ. ഓക്കെ. അയാൾ എഴുതി അല്ലേ? ഡൈമീത്തിയിലാക്കണം കേട്ടോ. ആലോചിക്കേ. ഇതിൽ ലോങ് ചെയിൻ നമ്പർ ചെയ്യും ഇങ്ങനെയാണ്. അപ്പൊ അത് കിട്ടണം എന്തായാലും കേട്ടോ.
ഇനി ഇത് ഇതിനെന്താ വിളിക്കാം? അല്ല, ഒരു കാർബൺ വന്നാൽ മനസ്സിലായി, 2,2 ഡൈമീഥൈൽ കേട്ടോ. ബാക്കിയൊക്കെ ഇനി 3 വന്നാൽ എന്തായിരിക്കും? അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്താലും 3 അല്ലേ, അപ്പോഴും 2 അതല്ലേ ഉണ്ടോ. ഇനി വേറൊരാൾ അങ്ങനെയല്ല, അതെ 1 2 3 ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യാം ഉണ്ടോ, ഇങ്ങനെ ചെയ്യാം, എല്ലാ രീതിയിലും റൈറ്റ് ആണ് കേട്ടോ. ഇനി 3 വന്നാൽ എന്താ വിളിക്കുക? പെന്റനാണോ? 3 വന്നാൽ എന്താ വിളിക്കണേ? ഒന്നുകൂടി പറ. മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, അടുത്ത ബ്യൂട്ടേൻ, ഹെക്സേൻ. എപ്പോഴെങ്കിലും എറർ വന്നാൽ അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, ഇനി ബാക്കി റൈറ്റ് ആണ്, ആൽ റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്പർ ചെയ്തേ. ഇവിടെ നിന്ന് തൊട്ടാണ് നമ്പർ ചെയ്യേണ്ടത്. 1 പിന്നെ എന്ത് ചെയ്യണം? 2 3 ഇങ്ങനെ നമ്പർ ചെയ്യാം കേട്ടോ. അത് കറക്റ്റായ അത് തന്നെ. ഇനി ഇത് ബ്രാഞ്ചായി, ഇത് ബ്രാഞ്ചായി, അപ്പൊ എന്താ വിളിക്കുക നമ്മള്? ഈ ഒരെണ്ണം ബ്രാഞ്ചായ അതിനെന്താ വിളിക്കാം? ഒരു കാർബൺ വന്നാൽ മെത്ത്. അപ്പൊ മീഥൈൽ. മോനെ ആലോചിച്ച് 2 എണ്ണം ഉണ്ടല്ലോ, 2 എണ്ണം 2 സ്ഥലത്തല്ലേ കിടക്കണേ? 2 എണ്ണം ഇവിടെ ഒരു CH2 അങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 2 കാർബൺ ഒരു റൗണ്ടിൽ വരും. അങ്ങനെ വരുമ്പോഴാണ് ഇതേൽ വരിക കേട്ടോ. ഉണ്ടോ, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തില്ല, അപ്പൊ റെഫർ ചെയ്യാം. ഉണ്ടോ, നമ്മളൊക്കെ നേരത്തെ ചെയ്യുമ്പോഴൊക്കെ ബ്രാഞ്ച് ഇട്ടില്ല അങ്ങനെ. ഉണ്ടോ, ഇതുണ്ടോ, കുറേ ഉണ്ട്. അപ്പൊ 4 ബ്യൂട്ടൈൽ എന്നല്ല നമ്മൾ പറഞ്ഞു, എന്താ ടെട്രാ മീഥൈൽ. ഒരു റൗണ്ടില് വരുന്ന ആളെ മീഥൈൽ. അതുപോലെ 4 വന്നാൽ ടെട്ര, 2 വന്നാൽ എന്ത് വിളിക്കും? ഡൈ. അപ്പൊ നമ്മൾ എന്താ എഴുതാം? 2,2 ഡൈ മീഥൈൽ. ഇനി എന്താ വിളിക്കാം? ടോട്ടൽ വലിയ ചെയ്യാനാകാം. 1 2 3 വന്നോ? പ്രൊപ്പനാൽ. അങ്ങനെ ചെയ്ത് നമ്പർ ഇല്ലെങ്കിൽ ഡ്യൂളു എൻ്റെ. ഇതുപോലെ റൗണ്ട് ഒക്കെ ഇട്. ഞാനീ ഇതുപോലെ റൗണ്ട് ഇട്, എനിക്ക് വേണ്ടിയിട്ടല്ലേ റൗണ്ട് ഇടണേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. അത് പെൻസിലൊക്കെ കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായില്ലേ മനമേഷി? ആ 11 ഇവിടെ നോക്കല്ലേ. ടു ടൈം ഇത് റൈറ്റ് ആണ്. 1 ഇവിടെ നല്ല തുടങ്ങി. 1 2 3 4 അല്ലേ, അങ്ങനെയല്ലേ ഇവിടുത്തെ ലോങ് ചെയിൻ അല്ലേ? ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉണ്ടോ, ചെയിൻ ഇങ്ങനെ വരൂല്ലേ, ഇങ്ങനെ ഒരു ഉണ്ടോ? ഓക്കെ, 4. അപ്പോൾ ഒരു മീഥൈലുള്ളൂ. അപ്പോൾ എന്താ 3 4 ലോങ് ചെയിൻ അല്ലേ? ഇങ്ങനെ ബ്രാഞ്ച് വരുന്ന ആളെ ഇങ്ങനെ റൗണ്ട് ഇടുക. അത് കണ്ടോ, ഇവിടെ ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ഡൈമീഥൈൽ വന്നേക്കുന്നത്. ഇവിടെ ഒരു മീഥൈലല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഏത് പൊസിഷനിലാണ് മീഥൈൽ വന്നേക്കുന്നത് നോക്കി? 3 മീഥൈൽ ഡൈ വേണ്ട അല്ലേ? 3 മീഥൈൽ ടോട്ടൽ എത്ര? ബ്യൂട്ടൻ നോ. ഏത് പൊസിഷനിലാണ് വന്നേക്കുന്നത്? 2 ബ്യൂട്ടൻ 2 ആണ് കേട്ടോ. അത്രയും കൂടി ആയോ? ഓക്കെ, എഴുതിയിട്ടുണ്ടോ? കുഴപ്പമില്ല. ഡൈമീഥൈൽ അല്ല കേട്ടോ. അതാ റൈറ്റാ. 3 മീഥൈൽ ബ്യൂട്ടൻ. അടുത്ത് നോക്കിയേ, പ്രൊപ്പൻ 1,3 ഡൈഓൺ. റൈറ്റാ? റൈറ്റ്. ഡൈ ഓൺ ആണോ? CW കൊണ്ട് ചെയ്ത ഫംഗ്ഷൻ ഗ്രൂപ്പിൽ COH എന്ന് പറഞ്ഞാൽ എന്താ? COOH. അതിനെങ്ങനെ എഴുതാം നമ്മൾ? C∬OH. ഇതിനെന്താ വിളിക്കാം? COH ന് അതിനെന്താ റെപ്രസെന്റ് ചെയ്യാം? ഓയിക്. അപ്പൊ എന്തെഴുതണം? ഡയോയിക് കേട്ടോ. ഡയോൺ അല്ല, ഡയോയിക്. 14th വൺ നോട്ടെ. കീറ്റോൺ ആണ്. ഏതാ ഫംഗ്ഷൻ ഗ്രൂപ്പ്? C∬OH. C∬OH. അപ്പൊ എന്തായിരിക്കും അത്? അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പൻ 1,3 ഡൈഓയിക്. മെത്തനോയിൽ ക്ലോറൈഡ്. അത് റൈറ്റ് ആണ്. മെത്തനോയിൽ അല്ലല്ലോ. എത്ര കാർബൺ ഉണ്ട്?
എത്ര കാർബൺ ഉണ്ട്? എത്തനോയിൽ കേട്ടോ. കിട്ടുന്നുണ്ടോ മോനെ? പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ കണ്ടാൽ നമ്പർ ഇടണം കേട്ടോ നല്ല വെച്ചായിട്ട്. ഈ CH ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലേ, അപ്പൊ അവിടെ നിന്ന് നമ്പർ ചെയ്യണം. 1, ഇതെന്താ 2, ഇത് 3 കണ്ടോ. ഇയാളെന്താ ബ്രാഞ്ച് ആയിട്ട് വന്നിരുന്നതാണ് കണ്ടോ. ബ്രാഞ്ച് ആയിട്ടില്ല, ഇങ്ങനെ റൗണ്ട് ചെയ്യണം, പിന്നീട് നമുക്ക് മനസ്സിലാവാം. ഇനി നോക്കാം 1, 2 ഇതിൽ നിന്ന് എഴുതാൻ കാരണം ഇവിടെ 2 എണ്ണം വന്നുകൊണ്ടാണ്. മനസ്സിലാങ്ങനെയല്ലേ? ഒരു റൗണ്ട് ഇങ്ങനെ കൊടുത്താൽ അതിലൊരു കാർബൺ ഉള്ളൂ, അതിനെന്താ വിളിക്കാം? മീഥൈൽ. അങ്ങനെ മീഥൈൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 2 എണ്ണം. അപ്പൊ ഡൈ ആണ് കണ്ടോ. ഓക്കെ, അപ്പൊ എന്ത് കൊടുക്കണം? 2, കേട്ടോ 2, 2 എത്രയാ? ഡൈ. CH3 ഒരെണ്ണം വന്ന മീഥൈൽ, 2 എണ്ണം വന്ന ഡൈ മീഥൈൽ കണ്ടോ. അപ്പൊ ഡൈ മീഥൈൽ എന്തായിരിക്കും? 3 വന്നാൽ എന്താ വിളിക്കുക നമ്മള്? നോക്കിയേ, മീഥൈൻ പ്രൊപ്പൈൻ. അപ്പൊ പ്രൊപ്പനാൽ എന്താ വരിക? പ്രൊപ്പനാൽ. ആല് കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്രൊപ്പനാൽ. അപ്പൊ CH ആലാണെന്നൊക്കെ അല്ലെ റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുക്കുന്ന സമയത്ത് ലോങ് ചെയിൻ ഏതാ വരിക? 13 ഇത് CH3 ആണ്. എന്താ പോലെ അങ്ങനെ എഴുതിയപ്പോൾ ഇങ്ങനെ പോയത്? 1, 2, 3, 4. അപ്പൊ എന്താ വിളിക്കുക? 3 തേർഡിലായിട്ട് ഒന്നും ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇതാണ് ലോങ് ചെയിൻ കണ്ടോ. ഇങ്ങനെ വരും അല്ലേ? അപ്പൊ നേരെ തന്നെ വരും, ഇങ്ങനെ താഴ്ത്തോട്ട് വളച്ചു. അങ്ങനെ എന്നാലും അതിന് നമ്പറായിട്ട് കൺസിഡർ ചെയ്യണം കണ്ടോ. ഓക്കെ, അപ്പൊ എന്ത് വരും? 3. ഒരു CH3 വന്നാൽ എന്താ വിളിക്കാം? മീഥൈൽ. വെരി ഗുഡ്. 3 മീഥൈൽ. ഞങ്ങൾ പറഞ്ഞു 4 വന്നാൽ എന്തായിരിക്കും? ബ്യൂട്ടൻ. 2 ആരുണ്ട്? കീറ്റോൺ വന്നാൽ എന്താ വിളിക്കാം നമ്മള്? ഓൺ. വെരി ഗുഡ്. അപ്പൊ ബ്യൂട്ടൻ 2 ഓൺ കേട്ടോ. 2 ഓൺ. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നോക്കിയ മോൻ, ഇത് നമ്പർ എവിടെന്നാ? 1, 2, 3 അല്ലേ? ഈ COOH എന്താ വിളിക്കുക? COOH എന്താ? ഏതാ? കാർബോക്സിലിക് ആസിഡ്. അപ്പൊ എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ് എന്താ വിളിക്കുക നമ്മള്? ഓയിക്. അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പൻ. പ്രൊപ്പൻ പറഞ്ഞു. 1, 3 ഡൈ ഓയിക് ആസിഡ്. 18th ഒന്നുമില്ല, CH3 CH2 ആണ്. അവിടെ CH2 ആണ് കേട്ടോ. എളുപ്പമുള്ളതാണ്, വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ CH2 ആണ് കേട്ടോ. CH2. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഡിവിജ്വലി ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അവര് ശരിയാണ്, നിങ്ങളുടെയും കൂടി കറക്റ്റ് ആണോ നോക്കാം. ആദ്യത്തെ ഒന്ന് പറഞ്ഞു നോക്കിയേ മോനെ. ഫസ്റ്റ് കോമ്പൗണ്ട് ആദിത്യ ട്രൈ ചെയ്ത് നോക്കിയേ. മോനെ എഴുതിയത് വായിച്ചാൽ മതി, തെറ്റിയാലൊന്നും എനിക്ക് ഇഷ്യൂ ഇല്ല. മോനെ എഴുതിയതൊന്നും വായിച്ചോ. ചെയിൻ 3 ആണ്. ചെയിൻ 3 ആണ്. പേര് എഴുതിയത് വായിച്ചോ. മോൻ ധൈര്യമായിട്ട് പേരുകൾ എഴുതി തുടങ്ങിയോ, എന്നിട്ട് വായിക്കണം. വേഗം എഴുതും കേട്ടോ. ഇവിടെ ഇവര് 18 ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ ആൻസർ ഇന്നലെ പറഞ്ഞു പോയാൽ നിങ്ങൾ ബ്രെയിൻ തിങ്ക് ചെയ്യില്ല, അതുകൊണ്ടാ കേട്ടോ. നിങ്ങൾക്കൊരു സ്ട്രഗിൾ തന്ന് അതിലേക്ക് ഇപ്പൊ എററൊക്കെ വന്നു അല്ലേ? ഓക്കെ, കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എറർ വരണം, അതുകൊണ്ടാ. സാമൂലി മോനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 12th പ്രൊപ്പനാൽ. ആദ്യത്തെ അത് മനസ്സിലായോ മോനെ? ഇപ്പൊ സാമൂല് പറഞ്ഞത് എന്തുകൊണ്ടാ 2, ഡൈമീഥൈൽ എന്ന് പറഞ്ഞത്? ഓക്കെ ആണോ? മോനെ എഴുതണോട്ട് അടുത്ത ഞാൻ ചോദിക്കൂ കേട്ടോ. മോന് മനസ്സിലായാലും പറഞ്ഞാൽ മതി കേട്ടോ, കാണാതെ പറയാൻ നോക്കേണ്ടത്. ഇത് ബ്രാഞ്ചായി. എവിടെന്നാ നമ്പർ? 1, 2, 3. ഫംഗ്ഷൻ ഗ്രൂപ്പിന് CHO ആണ്, കാർബൺ ഉള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്, അതുകൊണ്ട് നമ്പർ കൊടുത്തത് കേട്ടോ. അപ്പൊ 1, 2, 3 കാർബണിന് മാത്രമേ നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ. 2-ൽ തന്നെ 2 മീഥൈൽ വന്നു. അപ്പൊ 2, 2 ഡൈ മീഥൈൽ പ്രൊപ്പനാൽ കേട്ടോ. അപ്പൊ 18 വരെ മിക്ക ആൾക്കാരും എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് 18 വരെയുള്ള ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമുക്ക് ടൈം ഇപ്പോ 6:30 ആയി. ഇപ്പോ
ഇവിടെ വരെ നമുക്ക് പെട്ടെന്ന് നോക്കി പോകണം കേട്ടോ. ഓക്കെ, ദെൻ കുറച്ച് ഹോംവർക്ക് കൂടി തരാം ഇതിന്റെ കേട്ടോ. ഓക്കെ, എത്രണ്ണം വേണം? ഒരു 40 ആക്കാം അല്ലെ. നമ്മളൊന്ന് 50 ഒക്കെ പറഞ്ഞിട്ട് അല്ലെ, വെറും 8 കേട്ടോ. ഇതിന്റെ കൂടെ അപ്പൊ എക്സ്ട്രാ 8 അത്രേ ഉള്ളൂ. 40 ഭയങ്കര കുറച്ചല്ലേ ഒന്നുള്ളൂ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. 13 നോക്കാം. 13 ഇവിടെ നോക്കിയേ. 13 എന്തായിരുന്നു? ലോങ് ചെയിൻ 1 2 3 4. എങ്ങനെ വരിക? 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 1 2 3 4 ഇത് ബ്രാഞ്ചായി വന്നു. അപ്പൊ എന്തായിരുന്നു? 3 മീഥൈൽ. ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 4. ബ്യൂട്ട് 2 ഓൺ കേട്ടോ. 3 മീഥൈൽ ബ്യൂട്ട് 2 ഓൺ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ 14 നോക്കിയേ. 14 ഇവിടെ നിന്നാ നമ്പർ ചെയ്യുന്നത്. 1 2 3. അപ്പൊ എന്താ വരിക? ഇത് COOH ആണല്ലേ, COH. അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പൻ 1,3 ഡയോയിക് ആസിഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എഴുതണം കേട്ടോ. ഇന്ന് എഴുതി വെക്കോ. ദെൻ 15 നോക്കിയേ. 15 എന്തായിരുന്നു? ചോദിച്ചോ. പ്രൊപ്പൻ ആണ് കേട്ടോ. പ്രൊപ്പൻ 2 1,3 ഡയോയിക് ആസിഡ്. ഡയോയിക് ആസിഡ് 1ലും 3ലും അല്ലെ COH വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയോയിക് ആസിഡ് കേട്ടോ. ചോദിച്ചു മോനെ. ഓയിക് എന്ന് പറയുന്നത് COH. COOH എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ്. COOH എന്ന് പറഞ്ഞ എന്താ? COOH ആണ് അല്ലെ, COH ആണ്. 13th വേണം. അതിനെന്താ പ്രശ്നം? 3 മീഥൈൽ ബ്യൂട്ടൻ 2 ഓൺ. ബ്യൂട്ടൻ 2 ഓൺ കേട്ടോ. ഓക്കെ, 15 1,2. അപ്പൊ എന്തായിരിക്കും? എത്തനോയൽ ക്ലോറൈഡ്. ദെൻ ഇത് 1 2 എന്തായിരിക്കും? 1 2 2 എന്ന് എന്തായിരിക്കും? എത്തൻ അമൈഡ്. CW ഉണ്ടോ വെച്ച് ഒന്നെന്താ? അമൈഡ്. എത്തനമൈഡ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോ ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറിയില്ലെങ്കിൽ നമ്മൾ ആ ഹെഡിങ് എഴുതി വെച്ചല്ലേ 15, അത് റെഫർ ചെയ്യണം. എന്നിട്ട് ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് നോക്കണം. അങ്ങനെ നോക്കി കുറെ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത് എന്നോട് ആക്സെപ്റ്റ് ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മീൻ അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ ഫുൾ റിജക്ഷൻ ആയിരിക്കും. ഫുൾ റിജക്ഷൻ പറയരുത്, എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ലെവലിൽ നിന്ന് തുടങ്ങി പതുക്കനെ അല്ലെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യിപ്പിക്കും. പതുക്കനെ കുറേശ്ശെ തന്ന് ഇങ്ങനെ എത്തിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിലും ഇതുപോലെ കുറച്ച് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇക്വിലിബ്രിയം നോക്കാമെന്ന് വിചാരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ. എല്ലാവരും നോട്ടൊക്കെ കംപ്ലീറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊന്നും ഒരു ലെവൽ ആവാൻ വേണ്ടിയിട്ട്. അടുത്തതിന്റെ പേരെന്തായിരിക്കും? ആൽഡിഹൈഡ്. അപ്പൊ എന്തായിരിക്കും? 1 2. അപ്പൊ എന്തായിരിക്കും? എത്തനാൽ. ആൽഡിഹൈഡ് CW ഉണ്ട് അല്ലേ. ആൽഡിഹൈഡ് എന്താ? എത്തനാൽ. ഇനി ഇത് വെറുതെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് നോക്കത്തുള്ളൂ. 1 2 3 4 5 6. അപ്പൊ എന്തായിരിക്കും? ഹെക്സെയിൻ. എന്തായിരുന്നു? ഹെക്സെയിൻ. ഉണ്ടോ? കാർബണിനെ പല രീതിയിൽ ഇങ്ങനെയൊക്കെ എഴുതാം അല്ലെ. അപ്പൊ ഹെക്സെയിൻ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി 20 വരെ പറഞ്ഞു തീർത്താം. 19 വരുമ്പോ ഇവിടെ നിന്നാ നമ്പർ ചെയ്യണ്ടേ? 1 2 3 4 5. എന്തായിരിക്കും? പെന്റനോൾ. എന്താ വരിക്കുന്നത്? പെന്റൻ. ഏത് പൊസിഷനിലാ? സെക്കൻഡ് അല്ലേ. അപ്പൊ പെന്റൻ 2 ഓൾ. ഇനി അടുത്ത നമ്മൾ നേരത്തെ നോക്കിയതിലുണ്ട്. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കേട്ടെ കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേര് ബോണ്ട് ലൈൻ ഫോർമുല എന്നാണ്. ഇങ്ങനെ എന്താ വിളിക്കുന്നത്? ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുലയുടെ മീനിങ് ഓരോ ജംഗ്ഷൻ, ഇത് കണ്ടോ ഇങ്ങനെ വരുന്ന ജംഗ്ഷൻ, അവിടെ കാർബൺ ഉണ്ട്. ഇവിടെ നോക്കിയേ, നിങ്ങൾ ഇത് എഴുതിയിരിക്കുന്നത് ഇവിടെ 1 2 3 4. അപ്പൊ ഇതിന്റെ പേര് ബ്യൂട്ടനോൾ. അത്രേ ഉള്ളൂ. ബ്യൂട്ടനോൾ ഉണ്ട്. ഓർത്ത് നോക്കാം. എങ്ങനെ നോക്കണം? ഈ ഓരോ ജംഗ്ഷനിലും ആരുണ്ടാവും? കാർബണും ഹൈഡ്രജനും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതാൻ ഇങ്ങനെ എഴുതുന്ന ഓരോ ജംഗ്ഷനിലും കാർബൺ ഉണ്ട്. അതാണ് ഓർത്ത് നോക്കണം. കാർബണും ആവശ്യത്തിന് ഹൈഡ്രജൻ. CH2 ആണെങ്കിൽ CH2, CH ആണെങ്കിൽ. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് കീറ്റോൺ ആണ്. കണ്ടോ? CW ഉണ്ടോ? അപ്പൊ ഇവിടുന്ന് 1 2 3, ഇവിടുന്ന് 1 2 3. അപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്പർ എഴുതാം. 1 2 3 4 5. അപ്പൊ എന്തായിരിക്കും? പെന്റൻ 3 ഓൺ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എളുപ്പമാണ് ആക്ച്വലി. വേറെ ഒന്നുമില്ല. ഇവിടെ നിന്ന് നമ്പർ ചെയ്യും 1 2
3 4 5 6 7. ഇനി ഇത് ബ്രാഞ്ച് ആണ്. അപ്പൊ എന്തായിരിക്കും 5 മീഥൈൽ ഹെപ്റ്റനാൽ. 5 മീഥൈൽ ഹെപ്റ്റനാൽ കേട്ടോ. ഓക്കെ, 5 മീഥൈൽ ഹെപ്റ്റനാൽ. എന്തുകൊണ്ടാണ് 5 എന്നത്? ഈ 5 കണ്ട് ഇങ്ങനെ വന്നേക്കുന്നത് ഒരെണ്ണം, അതിന്റെ പേര് CH3 ആണ്. ഓർത്ത് നോക്കാം. അപ്പൊ ചോദിച്ചു ഇതിലാണെങ്കിൽ ഇത് ഇങ്ങനെയാവും. ഞാൻ ഇങ്ങനെ ഇട്ട ഇതില്ല, ഇങ്ങനെ ഇട്ടപ്പോ എന്തായി? പ്രൊപ്പൈൽ ഉണ്ടാ അങ്ങനെ ജംഗ്ഷൻ. ഇനി ഇങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല ആക്ച്വലി. ഇപ്പൊ ഇതന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ ഇടും. മനസ്സിലായോ? അങ്ങനെ ഇട്ടാൽ ഈതയിലായി ഉണ്ടോ. ഓക്കെ, അപ്പൊ വെറുതെ ഒരു ലൈൻ ആണെങ്കിൽ അതെന്താണ്? മീതയിലാണ്. ഉണ്ടോ? ഓർത്തോ, ഒരു ജംഗ്ഷൻ അല്ലേ ഉള്ളൂ. ഉണ്ടോ? ഇനി ഇതെന്തായിരിക്കും? 1 2 3 4 5 6. ഇപ്പൊ എന്തായിരിക്കും? ഹെക്സനാൽ. C ഡബിൾ ബോണ്ട് H അല്ലേ ഉണ്ടല്ലേ, ഹെക്സനാൽ. ഉണ്ടോ? ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തു വരാം. ഇതിനെ വിളിക്കുന്ന സൈക്ലോ ആണ്. 10th പഠിച്ചിട്ടുണ്ട്. സൈക്ലോപെന്റെയിൻ, സൈക്ലോബ്യൂട്ടെയിൻ. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇതിന്റെ പേര് അപ്പോ സൈക്ലിക് കോമ്പൗണ്ടുകളാണ് അത് വരുന്നത് കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വരെയുള്ള നിങ്ങൾ ഫില്ല് ചെയ്ത് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇന്റിവിജ്വലി ഞാൻ നോക്കും. അപ്പോ കറക്റ്റ് ആവണം കേട്ടോ. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി അധികം വൈകിപ്പിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും വരെ ചെയ്താൽ മതി. ഹോംവർക്ക് തരുന്നില്ല. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഇനി ചെയ്യാറുണ്ടല്ലോ. ഓക്കെ കേട്ടോ, വൈൻഡപ്പ് ചെയ്യാം. ഇനി വൈകിപ്പിക്കുന്നില്ല കേട്ടോ. ഇറങ്ങി